Hello everyone. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഇൻ ദ സെൻസ് മോഡേൺ ഹിസ്റ്ററിയുടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഈ സെഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ തീമും എന്താണെന്ന് പറയും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന തീമുണ്ട് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് എന്ത് പെർസ്പെക്റ്റീവിലാണ് UPSC ചോദിച്ചതെന്നും ഓക്കെ അതിലെന്തൊക്കെയാണ് ടേക്ക് വേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ റിവിഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കേണ്ടത് എന്നും നമ്മളിന്ന് ഈ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഡീകോഡ് ചെയ്യാമെന്നും എന്തൊക്കെയാണ് അതിൽ റിലവൻ്റ് ആയിട്ട് വരേണ്ട ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നും എന്തിൻ്റെ പിന്നാലെ പോകരുത്, ലൈക്ക് നമ്മൾ അറിയണം എന്തൊക്കെയാണ് ഡൂം ഡോണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നും എന്തെല്ലാം ചെയ്യരുത് എന്ന് പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഓവറാൾ ഡിസ്കഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലൈക്ക് ഇൻ ദ സെൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് പോപ്പുലർ അപ്രൈസിങ് അപ് ടു 1857 വരെയുള്ള പോപ്പുലർ അപ്രൈസിനെ പറ്റിയാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി നോ ദാറ്റ് 1857 റിവോൾട്ട് നമ്മളെ ഭയങ്കര ഒരു വാട്ടർഷെഡ് മൂവ്മെൻ്റ് ആണ്. ഇൻ ദ സെൻസ് ഒരു കസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതായത് അവിടുന്ന് ഉള്ള അതുവരെയുള്ള ബ്രിട്ടീഷ് പോളിസിയും അതിനുശേഷമുള്ള ബ്രിട്ടീഷ് പോളിസിയും ഒബ്വിയസ്ലി രണ്ടാണ്. ഓക്കെ, അതിൻ്റെ അപ്രോച്ച് അല്ലെങ്കിൽ ദ വേ ദേ പെർസീവ് ലൈക്ക് ഇന്ത്യൻ സിറ്റിസൻസ് ഡീൽ ചെയ്യുന്ന രീതിയിലുള്ള അവർ പെർസീവ് ചെയ്യുന്ന രീതി ആ ഇൻസ്റ്റൻസിന് ശേഷം 1857 ശേഷം കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് 1857 വരെ ഉള്ള ഡീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോക്കണം. ഇതിന് ഒബ്വിയസ്ലി നമുക്ക് വേണ്ട ഏതൊരു സെഷനിലും പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മൈൻഡ് മാപ്പ്. ഓക്കെ, ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മളതിനെ കൃത്യമായിട്ടൊരു മൈൻഡ് മാപ്പിൽ എന്ത് ചെയ്യണം, ഇതിനെ ഡീൽ ചെയ്യണം. ഓക്കെ, ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റ് നടന്ന വർഷം ഏതാണ്, ഇയർ ഏതാണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഇയർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അതിൻ്റെ ലീഡേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ത് കോണ്ടക്സ്റ്റിലാണ് അത് വന്നിരിക്കുന്നത്, ഓക്കെ എന്ത് കോണ്ടക്സ്റ്റിലാണ് അത് വന്നിരിക്കുന്നത് എന്നെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഒരു അവബോധം ഉണ്ടാക്കണം. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, എന്തിന് ശേഷമാണ് എന്ത് വന്നത്, അതിനെയാണ് നമ്മൾ ഈ മൈൻഡ് മാപ്പ്, സോ കാൾ ടൈം ലൈൻ ബേസ്ഡുള്ള മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലൈക്ക് നമുക്കറിയണം ഇൻ ദ സെൻസ് രാധാകാന്ത് ദേവ് എന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ സോക്കാൾ രാജാറാം മോഹൻ റോയ് എന്ന വ്യക്തി ആരാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ്റെ എവിടെയാണ്, ഏത് ഇൻസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണ് മൂപ്പരാൾ ലൈക്ക് ഓർഗനൈസേഷൻ ഫോം ചെയ്ത്, എന്തായിരുന്നു അതിൻ്റെ കോൺടാക്സ്റ്റ്, എന്തായിരുന്നു ആ പൊളിറ്റിക്കൽ കോൺടാക്സ്റ്റ്. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ UPSCയിലെ അല്ലെങ്കിൽ റാദർ ദാൻ ഫാക്ച്വൽ പഠിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം റിട്ടേൺസ് നമുക്ക് ഇങ്ങനൊരു കോൺടാക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും എന്നത് ഷുവറാണ്. ഓക്കെ, പിന്നെ അടുത്ത ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എന്തിനെ പറ്റി ബോധവടായിരിക്കണം, മൂവ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ്, റീജിയൻ. ഓക്കെ, ഞാൻ നേരത്തെ റീജിയൻ എന്ന കാര്യം മിസ് ചെയ്തിരുന്നു. ഓക്കെ, റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ റീജിയൻ ബേസ് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് 3-4 സ്റ്റേറ്റ്മെൻ്റ് ആണ് പൊതുവെ UPSC പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കാറ്. ഓക്കെ, ഇങ്ങനെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, ആ മൂവ്മെൻറ്റ് നടന്നത് ഏത് റീജിയനിലാണ് എന്ന് പറ്റി പറയും. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് മഹാരാഷ്ട്ര റീജിയൻ, ഓക്കെ അല്ലെങ്കിൽ ഗുജറാത്ത് റീജിയൻ. ഓക്കെ, ഒബ്വിയസ്ലി നമ്മളത് പഠിക്കേണ്ടത് കൂടുതൽ വെസ്റ്റേൺ റീജിയൻ എന്ന രീതിയിലോട്ടായിരിക്കും പഠിക്കേണ്ടത്, രാജസ്ഥാൻ. ഓക്കെ, നമുക്ക് ഒട്ടുമിക്ക കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ റീജിയൻ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ഒബ്വിയസ്ലി ഇന്ത്യൻ കോൺടാക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഒട്ടുമിക്ക ഇന്ത്യയുടെ മാപ്പാണ് വിചാരിക്കുക. ഓക്കെ, ഇന്ത്യ മാപ്പാണ്. ഇന്ത്യയുടെ മാപ്പിലാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കൂടുതലായിട്ട് കാണുന്ന റീജിയൻ ഈ മഹാരാഷ്ട്ര റീജിയൻ, ബംഗാൾ ഭയങ്കര പ്രൊമിനൻ്റ് ആണ്. സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റ് ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ബംഗാൾ റീജിയൻ. പിന്നെ സദേൺ റീജിയൻ. ഓക്കെ, പിന്നെ സെൻട്രൽ ബെൽറ്റ്. ഈ 4 റീജിയനിലായിരിക്കും കൂടുതലായിട്ടും എന്ത് വരുന്നത്, സെൻട്രൽ സോക്കാൾ ഈ റീജിയൻ എല്ലാം കൂടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് സെൻട്രൽ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ 4 റീജിയനിലായിരിക്കും കൂടുതലായിട്ടും എന്ത് വരുന്നത്, നമ്മൾ ഈ കാണുന്ന സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സോക്കാൾ ട്രൈബൽ റിവോൾട്ട് എല്ലാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാം PYQ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡീൽ ചെയ്യേണ്ടത്. റാദർ ദാൻ റാൻഡം ഫാക്ട് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം റിട്ടേൺസ് കൂടുതലായിരിക്കും എന്ത് PYQ ബേസിൽ പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പോപ്പുലർ അപ്രൈസിംഗ് ആൻഡ് റിവോൾട്ട് അപ് ടു 1857 ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഇനിയും ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ കോൺടാക്സ്റ്റ് പറയുമ്പോൾ 1770s. ഓക്കെ, നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് ടാബ്
ടാബ്ലർ ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവൻ്റ് ഏതാണ് നമ്മൾ നേരത്തെ അതേ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റ് ഏതാണ് സോക്കാൾ മൂവ്മെൻറ്റ് ലീഡർ അല്ലെങ്കിൽ റീജിയൻ ഈ ബേസിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കോസ് ഔട്ട്കം ഇതിനെപ്പറ്റിയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ ടാബ്ലർ കോളത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സന്യാസി ആൻഡ് ഫക്കീർ മൂവ്മെൻറ്റ് എന്നെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, 1770 to 1800 വരെയാണ്, ഏകദേശം ആ റേഞ്ചിലാണ്. ഓക്കെ, ആ റേഞ്ച് പഠിച്ചാലും മതി. UPSC ഒരിക്കലും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇയർ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, അത് നമ്മൾ ഡിമാൻഡ് അല്ല, നമുക്ക് അറിയേണ്ടത് കൂടുതലായിട്ടും എന്താണ് ഏത് റേഞ്ചിലാണ് ഏത് സമയത്താണ് ആ സംഭവം നടന്നത് എന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ സന്യാസി ആൻഡ് ഫക്കീർ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് 1770s and 1780 സമയത്താണ്, 1800s ഫസ്റ്റ് ഹാഫിലാണ്. ഓക്കെ, ഈ റേഞ്ചിലൊക്കെയാണ് സന്യാസി ആൻഡ് ഫക്കീർ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സെയിൻസ് സോക്കാൾ സന്യാസി എന്ന് പറഞ്ഞാൽ ഹിന്ദു സെയിൻസ് ആണ്, ഫക്കീസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി സോക്കാൾ നമ്മുടെ മുസ്ലിം സെയിൻസ് ആണ്. ഓക്കെ, ഇവർ ലൈക്ക് സോക്കാൾ ബ്രിട്ടീഷ് ആൾക്കാർക്കെതിരെ കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തിൻ്റെ ബേസിലായിരിക്കും എന്ന് നമുക്ക് ഒരു തിങ്കിങ് വരണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേ ആർ നോമാഡ്സ്. ഓക്കെ, ബേസിക്കലി നോമാഡ് ഇൻ ദ സെൻസ് ഒരു വാഗബോൺസ്, അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് ടേംസ്. ഓക്കെ, വാഗബോൺസ്. ഓക്കെ, വാഗബോണ്ട് ആണ് കുറച്ചുകൂടി നല്ല ടേംസ്. അതായത് നോമാഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നോമാഡ് എന്ന് പറഞ്ഞത്. ദേ വാഗബോൺസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രം പെർമനൻ്റായി നിൽക്കുന്ന ആൾക്കാരല്ല ഈ സോക്കാൾ സന്യാസി ഓർ ഫക്കീർ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, സന്യാസീസ് ഓർ ഫക്കീർസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് പറഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് എന്തായിരുന്നു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിൽ നടന്നിരുന്ന സംഭവം ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിൽ നടന്നിരുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ലാൻഡ് റിഫോംസ് ഒരുപാട്. ഓക്കെ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ലാൻഡ് റിഫോംസ്. ഓക്കെ, ലാൻഡ് റിഫോംസ് ഈ സമയത്ത് ബ്രിട്ടീഷുകാർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാൻഡ് റിഫോം നമുക്ക് പെർമനന്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ മഹൽവാരി സിസ്റ്റം അല്ലെങ്കിൽ റയോട്ട് വാരി സിസ്റ്റം ഇതെല്ലാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏകദേശം ഈ റേഞ്ചിലാണ്. ഈ സമയത്ത് ബ്രിട്ടീഷ് എന്തിനാണ് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത് ആ സ്ഥലത്തെ ആൾക്കാർ ആ റെസിഡൻസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ അവിടെ നിൽക്കണം, അവിടുന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഏണിങ്സ് വരണം. ഓക്കെ, ഇതാണ് ബ്രിട്ടീഷുകാരുടെ കോൺസെപ്റ്റ് കോൺടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആരെ ബാധിക്കും? സോക്കാൾ അന്നത്തെ സന്യാസി അല്ലെങ്കിൽ ഫക്കീഴ്സിനെ ബാധിക്കും. അവരിങ്ങനെ വാഗബോണ്ടായിട്ട് മൂന്ന് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സെൻസസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സോക്കാൾ അവരെ കാൽക്കുലേഷനെ ഭയങ്കര ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് ഈ സന്യാസിൻ്റെ ഈ സോക്കാൾ നൊമാഡിക് അല്ലെങ്കിൽ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ആവാതെയുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇവർക്ക് പ്രശ്നമാകുന്നുണ്ട്. അതുമാത്രമല്ല ഈ ലാൻഡ് റിഫോംസ് ആക്ട് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത വഴി സോക്കാൾ സമീന്ദാർസിനോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ അല്ല മെഹൽസ് പറഞ്ഞ സോക്കാൾ വില്ലേജാണ് റയോട്ടിനും എന്ത് ചെയ്യുന്നുണ്ട് ബേർഡൻ വരുന്നുണ്ട്. എന്ത് ബേർഡൻ? എക്കണോമിക് ബേർഡൻ വരുന്നുണ്ട്. ഈ എക്കണോമിക് ബേർഡൻ എന്ന് പറഞ്ഞാൽ ബേർഡൻ കാരണമുണ്ട്. എന്ത് പ്രശ്നം വരുന്നുണ്ട്? സോക്കാൾ ഈ സന്യാസീസിനോ അല്ലെങ്കിൽ സോക്കാൾ ഫക്കീസിനോ കിട്ടേണ്ട ചില അവർ കൊടുക്കുന്ന ഒരു ഇതേപോലെ നമ്മൾ കൊടുക്കുമല്ലോ, എന്താ പറയുക, നമ്മൾ കുറച്ച് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അവർ വരുമ്പോൾ അങ്ങനെ സന്യാസീസൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ 10 രൂപ 20 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് കൊടുക്കാൻ പറ്റാത്ത ലെവലിലോട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരും മാറി. അത് ഇവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ബ്രിട്ടീഷ് പോളിസി കൊണ്ട് അവർ മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ എന്തുകൂടി കാണുന്നുണ്ട്, സോക്കാൾ അതേപോലെ അവർക്ക് കിട്ടേണ്ട എക്കണോമിക് ആയിട്ടുള്ള സോഴ്സസ് ആണ് ഈ ലോക്കൽ ആൾക്കാരെന്നോ അല്ലെങ്കിൽ സമീന്ദാർസോ അല്ലെങ്കിൽ അവിടുത്തെ സോക്കാൾ ആൾക്കാരിൽ നിന്നും കിട്ടേണ്ട കുറച്ച് എന്താ പറയുക പേയ്മെൻറ്റ്, അതും എന്ത് ചെയ്യുന്നുണ്ട് ഇതേ പെർമനന്റ് സെറ്റിൽമെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഇൻസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് ഇതേപോലെ ഗറില്ല അറ്റാക്സ് ഒക്കെ നടക്കുന്നത്. ഗറില്ല അറ്റാക്സ് പറഞ്ഞാൽ സ്റ്റോൺ പെല്ലറ്റിങ് അങ്ങനത്തുള്ള ഇൻസ്റ്റൻസ് ഒക്കെയാണ് അവർ നടത്തിയിരുന്നത്. ഓക്കെ, കാര്യമായിട്ടുള്ള അതിന് മാത്രമുള്ള സോക്കാൾ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ അതൊന്നും അവർക്കില്ല. അത്രയും ഓർഗനൈസ്ഡും ആയിരുന്നില്ല. ഓക്കെ, മെയിൻ ലീഡർ എന്ന ലെവലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ സോക്കാൾ ഫെമൈനും അതൊക്കെ വരുമ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യുന്നു, ആ എക്കണോമിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നു. അതാണ് സന്യാസി. അതങ്ങനെ ചോദിക്കാറില്ല. ഏകദേശം ഇതിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏത് റേഞ്ചിലാണ് ഏത് പീരീഡിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മറ്റേ 1700 to 1800 റേഞ്ചിലാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ചുവർ പറഞ്ഞിട്ടൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ട്, ചുവർ റെവല്യൂഷൻ. ഓക്കെ, 1790s ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജംഗിൾ മഹൽസ് ഓക്കെ ബെൽറ്റ് ആയിരുന്നു. ഒബിയസ്ലി നമുക്കറിയാം ഇതേപോലെ പെർമനന്റ് സെറ്റിൽമെൻറ്റ്സ് ആരെയും കൂടി ബാധിച്ചിട്ടുണ്ട്, സോക്കാളിൽ ജംഗിൾ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രൈബ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രൈബ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി എന്തിനാണ് ട്രൈബ്സിനെ ബാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവർക്കും എന്ത് വേണം, ഇതേപോലെ റെൻറ്റ് പേയ്മെൻറ്റിലോട്ട് അവരെന്ത് ചെയ്യുന്ന മറ്റേ എക്സേർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത്. ഇത് നടന്ന സ്ഥലം നോക്കണം, ബംഗാൾ റീജിയനിലാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എവിടെയാണ്? ബംഗാൾ റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ലീഡേഴ്സിൻ്റെ പേര് പഠിച്ചിരിക്കണം, ദുർജൻ സിംഗ് ആൻഡ് ജഗന്നാഥ് സിംഗ്. ഓക്കെ, ജഗന്നാഥ് സിംഗും ദുർജൻ സിംഗുമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ സോക്കാൾ ഫോറസ്റ്റ് റേഞ്ചിലോട്ട് എത്തുമ്പോൾ അവർക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുന്നു, സോക്കാൾ അവരുടെ മറ്റേ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സോക്കാൾ
അവരുടെ ലാൻഡ് റെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുമാത്രമല്ല അവരുടെ കൾച്ചറൽ ഡിസ്റ്റോർഷൻ നടത്തുന്ന കുറേ ഇൻസ്റ്റൻസസ് ഒക്കെ ആര് നടത്തുന്നുണ്ട്? സോക്കാൾ ബ്രിട്ടീഷ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു ഇതായിട്ടാണ് ചുവർ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം, ഇതിൻ്റെ ഓവറാൾ ഐഡിയ ഞാൻ അവസാനം പറയാം. ഓക്കെ, അടുത്തുള്ളതിലൂടെ നമുക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വെള്ളൂർ മ്യൂട്ടിനി. ഓക്കെ 1806. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെള്ളൂർ മ്യൂട്ടിനി ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ വെള്ളൂർ മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സോക്കാൾ നമ്മൾ പേര് കേട്ടോ നമ്മൾ പഠിച്ചിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂട്ടിനി ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ച നമുക്കറിയുന്ന ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർ മ്യൂട്ടിനി എന്ന് വിളിക്കും, നമ്മളതിനെ റവല്യൂഷൻ എന്ന് വിളിക്കും. ഏതാണ് സോക്കാൾ നമ്മുടെ എന്താ പറയുന്നത്? സോക്കാൾ നമ്മുടെ 1857 റിവോൾട്ടാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ, ഓക്കെ ഇതിൻ്റെ തൊട്ട് മുൻപേ ബ്രിട്ടീഷുകാർക്ക് ഒരു സൈറൺ, ഇങ്ങനെ ഒരു സാധനം വരും എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സൈറൺ കാണിച്ചു കൊടുത്ത ഒരു ഫസ്റ്റ് മ്യൂട്ടിനിയാണ് വെള്ളൂർ മ്യൂട്ടിനി എന്ന് പറഞ്ഞത്. ഓക്കെ, വെള്ളൂർ മ്യൂട്ടിനി. ഓക്കെ, ഇത് നടത്തുന്ന ഫസ്റ്റ് 1806 നടക്കുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ വെള്ളൂർ മ്യൂട്ടിനി നടക്കുന്ന സ്ഥലം 1806. ഓക്കെ, ഇത് സിപ്പായി ഗ്രീവിയൻസ് പ്രിക്കേഴ്സേഴ്സ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ സിപ്പായി മ്യൂട്ടിനി നടക്കുന്നതിൻ്റെ അതേ ബാക്ക്ഗ്രൗണ്ടിലാണ് ഏകദേശം വെള്ളൂർ മ്യൂട്ടിനി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോക്കാൾ അവിടുത്തെ മദ്രാസ് റെജിമെൻറ്റിൽ ഉള്ള ഒരു സെറ്റ് ഓഫ് എന്താ പറയുക സെറ്റ് ഓഫ് സിപ്പായികൾക്ക് അവരുടെ റിലീജിയസ് ഫ്രീഡം ഫോളോ ചെയ്യാനുള്ള ഇൻസ്റ്റൻസ് കൊടുക്കുന്നില്ല എന്നതിൻ്റെ ബേസിലാണ് വെള്ളൂർ മ്യൂട്ടിനി നടക്കുന്നത്. ഓക്കെ, തിലക് അല്ലെങ്കിൽ സോക്കാൾ അവരുടെ ടേബൻസ് ഒക്കെ മറ്റേ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റിനെ ആര് കേർബ് ചെയ്യുന്നുണ്ട്? സോക്കാൾ ബ്രിട്ടീഷ് കേർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു സംഭവമായിട്ടാണ് വെള്ളൂർ മ്യൂട്ടിനി നടക്കുന്നത്. അത് നമുക്കിത് കാണാം. ഇതേ ഇൻസ്റ്റൻസ് നമുക്ക് 1857 റിവോൾട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അപ്പോൾ വെള്ളൂർ മ്യൂട്ടിനി എന്ന കോൺടെക്സ്റ്റ് മനസ്സിലാക്കുക. 1806 കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു നമ്മുടെ മദ്രാസ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? സോക്കാൾ വെള്ളൂർ മ്യൂട്ടിനി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് പൈക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൈക 1817 to 1818 ഈ കാലഘട്ടത്തിലാണ് പൈക റിവോൾട്ട് നടക്കുന്നത്. എവിടെ നടക്കുന്നത്? ഒഡീഷയിലാണ് നടക്കുന്നത്. എവിടെ നടക്കുന്നത്? ഒഡീഷയിലാണ് നടക്കുന്നത്. ഓക്കെ, ബക്ഷി ജഗത് ബന്ധു. എന്താണ് ബക്ഷി ജഗത് ബന്ധു? എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഒബ്വിയസ്ലി ലാൻഡ് റവന്യൂ. ഇതൊരു ട്രൈബൽ റിവോൾട്ട് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതെന്താണ്. ഇത് ഏകദേശം ഒരു ലാൻഡ് റവന്യൂ പോളിസീസുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത കോൺടെക്സ്റ്റ് പറയുന്നത് ഒഡീഷ റീജിയനാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇതിനെപ്പറ്റി കോൺഷ്യസ് ആവണം. ഇത് ഏത് ഭാഗത്താണ്? ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്താണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലാണ്, ഒഡീഷ റീജിയനിലായിട്ട് എന്ത് ചെയ്യുന്നത്? കോസ്റ്റൽ എന്ന് പറയുന്നില്ല, ഇൻ ദ സെൻസ് ട്രൈബൽസ് എല്ലാം ഒഡീഷയുടെ വെസ്റ്റേൺ ഭാഗത്തായിരിക്കും. ഓക്കെ, മറ്റേ നമ്മുടെ സോക്കാൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ഈ ബെൽറ്റ് ഭയങ്കര ട്രൈബൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ബക്ഷി ജഗത് ബന്ധു എന്തുമായി ബന്ധപ്പെട്ടാണ്? ലാൻഡ് റവന്യൂ പോളിസീസുമായി ബന്ധപ്പെട്ടാണ് ഇത് കാണിച്ചു. ലാൻഡ് റവന്യൂ പോളിസി സ്പെസിഫിക് ആയി പറഞ്ഞാൽ അത് മാത്രമല്ല, നമുക്കറിയാം എക്കണോമിക്. ഓക്കെ, സോക്കാൾ നമ്മൾ ഈ ട്രൈബൽസ് എല്ലാം ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ബാർട്ടർ സിസ്റ്റം ആയിരിക്കും. സോക്കാൾ മെയിൻലാൻഡ് ഉപയോഗിക്കുന്ന സോക്കാൾ എക്കണോമിക് സിസ്റ്റം ഒന്നും ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, സോക്കാൾ ട്രൈബൽസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് വരുമ്പോൾ അവരെ ഫോഴ്സ്ഫുള്ളി ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും എന്തിലോട്ട് ഈ സിസ്റ്റത്തിലോട്ട് അവർ ഫോഴ്സ്ഫുള്ളി കമ്പൽ ചെയ്യുകയാണ്. സോക്കാൾ അവർ ബ്രിട്ടീഷ് എക്കണോമിക് സിസ്റ്റത്തിലോട്ട് കമ്പൽ ചെയ്യപ്പെടാണ്. അവർ റെൻറ്റ് മണി ആയിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ബാർട്ടർ സിസ്റ്റമാണ്. ചിലപ്പോൾ അവർ തേൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ സോക്കാൾ വല്ല വേറെ എന്തെങ്കിലും ഫോറസ്റ്റ് ഗുഡ്സ് മേടിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റൈസ് മേടിക്കുന്ന ഇൻസ്റ്റൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരുന്നത്. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ട്രൈബൽസ് അവിടെ ഫോഴ്സ്ഫുള്ളി മോണിറ്ററി ലെവലിലോട്ട് അവരെ കമ്പൽ ചെയ്യപ്പെട്ടാണ്. അത് എന്തെങ്കിലും എക്സ്ചേഞ്ച് നടക്കുമ്പോൾ, ഒരു എക്കണോമിക് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അത് മണി ബേസിസിൽ തന്നെ ആയിരിക്കണം നടത്തണം എന്നാണ് ബ്രിട്ടീഷ് പോളിസി എന്ന് പറഞ്ഞാൽ. ഇതിലോട്ട് അവരെന്ത് ചെയ്യുന്നതാണ്? കമ്പൽ ചെയ്യപ്പെടുന്ന ഇൻസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ ഇതിനെ ആണ് ആരും എക്സെപ്റ്റ് ചെയ്യുന്നത്? സോക്കാൾ ട്രൈബൽ റെസിസ്റ്റൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാൻ സാധിക്കും അവരുടെ ട്രൈബൽ ലാൻഡിലോട്ട് ആര് അസേർട്ടീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്? സോക്കാൾ ബ്രിട്ടീഷ് അവർ എന്തുകൊണ്ട് അവർ അസേർട്ടീവ് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകുന്നത്? അവരുടെ ഒബ്വിയസ്ലി മിനറൽസ് അല്ലെങ്കിൽ മൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല 1850s ശേഷം നമുക്ക് കാണാൻ സാധിക്കും സോക്കാൾ 1850s ശേഷം നമുക്ക് കാണാൻ സാധിക്കും സോക്കാൾ നമ്മുടെ ട്രൈബൽ റീജിയനിൽ നമ്മൾ എന്തിന് മറ്റേ റെയിൽവേ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഈ റെയിൽവേ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വുഡ് ലോക്സും അല്ലെങ്കിൽ ഇതെല്ലാം കിട്ടേണ്ട ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ വേണ്ട ആവശ്യം ആർക്ക് വിട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈബൽ എൻക്രോച്ച്മെൻറ്റ്, ലാൻഡ് എൻക്രോച്ച്മെൻറ്റിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലൈക്ക് ഒബ്വിയസ്ലി മറ്റേ മണി ലെൻഡേഴ്സിൻ്റെ ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. ട്രൈബൽസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസാണ് ഈ മണി ലെൻഡേഴ്സ്. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ പൈസ കൊടുക്കുന്നുണ്ട്. മണി ലെൻഡേഴ്സ് ആരാണ്? ഈ ബ്രിട്ടീഷുകാർക്ക് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ മണി ലെൻഡേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പൈസ കൊടുക്കുന്നത്. ഈ മണി ലെൻഡേഴ്സ് പൈസ കൊടുക്കുമ്പോൾ നല്ല ഹൈ ഇൻട്രസ്റ്റിലായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, തിരിച്ച് കൊടുക്കേണ്ട ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് പല ഇൻസ്റ്റൻസിലും എന്ത് ചെയ്യുന്നില്ല? ട്രൈബൽസിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ഫോഴ്സ്ഡ് ലേബറിലോട്ട് പോകേണ്ടി ഇൻസ്റ്റൻസ് വരും. ഓക്കെ, ഫോഴ്സ്ഫുൾ ലേബർ. ഓക്കെ, ഫോഴ്സ്ഫുൾ ലേബർ എന്ന് പറഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ ആ
ഫോഴ്സ് ലേബറിലോട്ട് തന്നെ അവർ എന്ത് ചെയ്യുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക കംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എക്കണോമിക്കൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിൽ ട്രൈബൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമുക്ക് ബ്രിട്ടീഷ് എറ സമയത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ട്രൈബ് എന്ന സാധനം പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലാതെ നമുക്കറിയുന്ന കേസാണ്. ഓക്കെ, ട്രൈബലിനെ ഒഫീഷ്യലി നമുക്ക് ട്രൈബലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബ്രിട്ടീഷാണ് ഇങ്ങനെ ട്രൈബൽ എന്നൊരു കാറ്റഗറി സോക്കാൾ അവരുടെ സോക്കാൾ അൺസിവിലൈസ് എന്ന രീതിയിലോട്ട് അവരെ ക്ലാസിഫൈ ചെയ്ത് അവരുടെ സോക്കാൾ എന്താ പറയുക അവർക്കെതിരെ നിന്നിരുന്ന ആൾക്കാരെ എല്ലാം കളക്റ്റീവായിട്ട് അവരെ വിളിച്ചിരുന്ന ഫോറസ്റ്റിൽ ഡൊല്ലി ചെയ്തിരുന്ന ആൾക്കാരെ കളക്റ്റീവായി വിളിച്ചിരുന്നു എന്തോ ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് കോൾ അപ്രൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബന്ധു ഭഗത് ആണ് ഇതിൻ്റെ ലീഡർ എന്ന് പറഞ്ഞത്. ബന്ധു ഭഗത് ആരാണ്? ബന്ധു ഭഗത് ആണ് ഇതിൻ്റെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1831-32 ഈ റേഞ്ചിലാണ് എന്ത് വരുന്നത് സോക്കാൾ നമ്മുടെ കോൾ അപ്രൈസിങ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ചോട്ടാ നാഗ്പൂർ റീജിയനിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ കോൺടെക്സ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ജാർഖണ്ഡ് ആ ബെൽറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ചോട്ടാ നാഗ്പൂർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചോട്ടാ നാഗ്പൂർ ബെൽറ്റ് ഇന്ത്യയുടെ സെൻട്രൽ ബെൽറ്റാണ് സോക്കാൾ ചോട്ടാ നാഗ്പൂർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒബ്വിയസ്ലി ട്രൈബൽ ലാൻഡ് എലിനേഷൻ അല്ലെങ്കിൽ റവന്യൂ സിസ്റ്റമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സോക്കാൾ ട്രൈബൽ കോൺടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത് ചോട്ടാ നാഗ്പൂർ ട്രൈബൽ ബെൽറ്റിൽ. ഓക്കെ, അപ്പോൾ സ്ഥലം പഠിക്കുക, ചോട്ടാ നാഗ്പൂർ ആണ്. ഓക്കെ, കോൾ അപ്രൈസിംഗ് ആണ്. ബന്ധു ഭഗത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഇതിന് ടാബ്ലർ കോളത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വേണമെങ്കിൽ ഇയർ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇതേപോലെ ലീഡറിൻ്റെ പേര് ചോദിക്കാം, ഇവിടെ റിവോൾട്ടിൻ്റെ പേര് ചോദിക്കാം, സോക്കാൾ അപ്രൈസിങ്ങിൻ്റെ പേര് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാം. അതിനുശേഷം എന്ത് പറയാം 1 പെയർ 2 പെയർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാത്തിനെ പറ്റി ഫാക്ച്വൽ ഡീറ്റെയിൽസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയിൽ ഡിമാൻഡ് അതാണ്, ഫാക്ച്വൽ ഡീറ്റെയിലിനെ പറ്റി അറിഞ്ഞിരിക്കണം. പക്ഷേ ഫാക്ച്വൽ ഡീറ്റെയിൽ മാത്രമല്ല, ഫാക്ച്വൽ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഫാക്ട് തന്നെ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, ഫൈൻ. 1855 to 1856 ഈ കാലഘട്ടത്തിലാണ് അടുത്ത കോൺടെക്സ്റ്റ് പറഞ്ഞത് സാന്താൽ അപ്രൈസിംഗ്. ഓക്കെ, സാന്താൽ അപ്രൈസിംഗ് പറഞ്ഞാൽ സാന്താൽ പറഞ്ഞ ഒരു ട്രൈബൽ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവരെ സിന്ധു ആൻഡ് കൻഹു എന്നുള്ള 2 ട്രൈബൽ ലീഡേഴ്സാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരൊക്കെയാണ്? സിന്ധു ആൻഡ് കൻഹു. ഓക്കെ, സാന്താൽ റിവോൾട്ട് നടന്ന വർഷം ശ്രദ്ധിക്കണം. സാന്താൽ റിവോൾട്ട് നടന്ന വർഷം 1855 to 56 ഈ റേഞ്ചിലാണ് സാന്താൽ റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, 1855-56 റേഞ്ചിലാണ് സാന്താൽ റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സിന്ധു ആൻഡ് കൻഹു ആരൊക്കെയാണ്? സിന്ധു ആൻഡ് കൻഹു ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കണം, ഇത് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കും ട്രൈബൽസിൻ്റെ ഇത് നോക്കുമ്പോൾ ഇത് എന്താണ് കോസ് എന്ന് ട്രൈബലുമായി ബന്ധപ്പെട്ടുള്ള കോൺടെക്സ്റ്റിൽ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാത്തിനും ചോദിക്കാൻ ചാൻസ് കമ്മിയാണെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ട്രൈബൽ കോൺടെക്സ്റ്റിൻ്റെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ എല്ലാം സിമിലറാണ്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സിൻ്റെ ഒബ്വിയസ്ലി ഇവിടെ മണി ലെൻഡേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ മണി ലെൻഡേഴ്സിൻ്റെ മാത്രമല്ല, ഒബ്വിയസ്ലി ഇതേപോലെ നേരത്തെ പറഞ്ഞ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റൻസ് കൊണ്ടാണ് സോക്കാൾ അവർക്ക് എന്ത് ചെയ്യുന്നത് മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ മേടിക്കേണ്ട ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. ഇതിലോട്ട് വരുന്ന എന്താണ് പെർമനന്റ് സെറ്റിൽമെൻറ്റ്. അവരുടെ സോക്കാൾ ബ്രിട്ടീഷ് പോളിസി ലാൻഡ് സെറ്റിൽമെൻറ്റ് ആക്റ്റും അതുമാത്രമല്ല ഫോറസ്റ്റ് ലാൻഡിലോട്ടുള്ള അവരുടെ അസേർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡുമാണ് സത്യം പറഞ്ഞാൽ ഇതിലോട്ട് എത്തുന്നത്. സോക്കാൾ ട്രൈബൽ മൂവ്മെൻറ്റിലോട്ട് അവർക്ക് എക്സേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്, ട്രൈബൽസിനെ ഇങ്ങനെ ഇത്രയും പുഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഒട്ടുമിക്ക ട്രൈബൽ കേസിലും കോൺടെക്സ്റ്റ് സെയിം ആയിരിക്കും, ലീഡർമാരും ഇയറും മാറും, ഇത്രേ ഉള്ളൂ, റീജിയനും മാറും. ഓക്കെ, അത് 1800 ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം ഒരു എക്സ്പാൻഷനിസ്റ്റ് സെൻട്രലിസ്റ്റ് പോളിസി ബ്രിട്ടീഷ് പോളിസിയിൽ നമുക്ക് ഒരു 1800 ശേഷം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. സാന്താൽ കമ്മീഷൻ സാന്താൽ റിവോൾട്ട് നടക്കുന്ന 1855-56 റേഞ്ചിലാണ്. 55 സിന്ധു കൻഹു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സിന്ധു ആൻഡ് കൻഹു എന്നുള്ള 2 വ്യക്തികളായിരുന്നു ഈ സാന്താലുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ലീഡേഴ്സ്. ഓക്കെ, മണി ലെൻഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ലാൻഡ് എലിനേഷൻ ഒബ്വിയസ്ലി മണി ലെൻഡേഴ്സും ലാൻഡ് എലിനേഷനും അല്ലെങ്കിൽ സോക്കാൾ എന്താ പറയുക എക്കണോമിക് സിസ്റ്റത്തിലോട്ടുള്ള അസേർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡും പിന്നെ എന്താ പറയുന്നത് സോക്കാൾ റിലീജിയസ് ഇൻട്രൂഷൻസ്. ഓക്കെ, റിലീജിയസ് ഇൻട്രൂഷൻ വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ്. ഓക്കെ, ട്രൈബൽസ് ഫോളോ ചെയ്തിരുന്ന സോക്കാൾ എന്താ പറയുക അവരുടെ ട്രഡീഷണായിട്ടുള്ള സോക്കാൾ ഇതുണ്ടായിരുന്നു. ഓക്കെ, കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. ഇതിനെതിരെയായിരുന്നു സോക്കാൾ നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി അസേർഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വാല്യൂസ് ഓഫ് റിലീജിയസ് വാല്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട് എക്സേർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മറ്റേ എല്ലാ ട്രൈബൽ ഇതിലും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. ഇനി അടുത്ത് 1857 റിവോൾട്ട് പറയാം. ഓക്കെ, റിവോൾട്ട് ഓഫ് 1857 ഏത് വർഷമാണ്? 1857 കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം സിപ്പോയ് മ്യൂട്ടണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സിപ്പോയ് മ്യൂട്ടണി എന്ന കോൺടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിനെ കാണാൻ പാടുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത് 1857 റിവോൾട്ട് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? ഇന്ത്യയുടെ
കോണ്ടെക്സ്റ്റിൽ ഒരു ബ്രിട്ടീഷിനെതിരെ ആംഡ് ആയിട്ടുള്ള ഒരു മാസ് റെബല്യൻ നടക്കുന്ന ഇൻസിഡൻസ് 1857 ഓക്കെ. ഒരു കളക്ടിവിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1857 റിവോൾട്ടിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ സിവിൽ റെബല്യൻ ആണ് നമുക്കറിയാം. മറ്റേ എന്താണ് മുസ്ലിംസ് ആൻഡ് സോക്കാൾ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര കോർഡിനേറ്റ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ടിൽ പങ്കെടുത്തുന്നത്. 1857 സോക്കാൾ മുഗൾസ് റെയിനിലുണ്ടായിരുന്ന ബഹദൂർ ഷാ സഫറിനെ എന്തായിട്ട് ഒരു പ്രൊമിനൻറ്റ് ലീഡറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. അപ്പോൾ 1857 റിവോൾട്ടിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ. ഇനി അടുത്ത കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, UPSC റെയർലി ആസ്ക് ടെൽ ദ സ്റ്റോറി. ഓക്കെ, ടെൽ ദ സ്റ്റോറി ഇൻ ദ സെൻസ് ഇത് എന്താണ് കോണ്ടെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഥ മനസ്സിലാക്കുന്നത് ഓക്കെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണം. ഓക്കെ, കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ്ങിൽ ഒരിക്കലും കഥ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ. പിന്നെ UPSC ആണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യമാണ്. ഓക്കെ. പക്ഷേ എന്നാൽ പോലും ഓക്കെ ഇൻ ജനറൽ സെൻസിൽ ഒരു കഥ ബേസിലല്ല ക്വസ്റ്റ്യൻസ് ഒന്നും ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ലീഡറിനെ അറിയോ, അല്ലെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആ ലീഡറിനെ അറിയോ, ഏത് സ്ഥലത്താണോ ഇവൻ്റ് നടന്നത്, എന്താണ് അതിൻ്റെ ടൈം ലൈൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ലൈൻ നടന്നത് ഇതിന് ശേഷമാണോ ഇത് നടന്നത്, ആ ക്രോണോളജി ഓക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. പിന്നെ സോക്കാൾ എന്താണ് ആ സോഷ്യോ എക്കണോമിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്തിനാണ് ആ ഇവൻ്റ് നടക്കാനുള്ള കാരണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ UPSC ഫ്രെയിം ചെയ്യും. റാദർ ദാൻ എന്ത് ചെയ്യുന്നത് വെറുതെ ചുമ്മാ മറ്റേ കഥ ബേസിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഡീപ്പിലോട്ട്, അതായത് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം വൈ ഇറ്റ് ഹാപ്പൻ. ഓക്കെ, ആ സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. റാദർ ദാൻ മൊത്തം കഥയുടെ ഡെപ്തിലോട്ട് UPSC ഡിമാൻഡ് അല്ല. ഓക്കെ, അതാണ് ഇവിടെ എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ സ്പെസിഫിക് ആയി പറഞ്ഞാൽ മോഡൽ. ഓക്കെ, അതാണ് സംഭവം പറഞ്ഞത് റീജിയൻ, കോസ്, റെസ്പോൺസ്. ഓക്കെ, ഈ റെസ്പോൺസിലൊക്കെ നമ്മൾ ലീഡറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, റീജിയൻ ഏതാണ്, എന്താണ് അതിന് കാരണം, അത് ഉണ്ടാവാനുള്ള കാരണം. രണ്ടാമത്തെ കേസ് എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് വന്നത്. ഓക്കെ, കൗണ്ടർ പാർട്ടിൽ നിന്നും എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് വന്നത്. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ അത് എന്ത് ടൈപ്പാണ്. ഓക്കെ, പെസൻറ്റ് മൂവ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചർ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വല്ല റിലീജിയസ് ബേസിലുള്ള മൂവ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ എന്താ പറയുക പെസൻറ്റ് ട്രൈബൽ മൂവ്മെൻ്റ് ആണോ, ഇങ്ങനത്തെ കോൺടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ കോസ് എന്താണ്, ഓക്കെ എന്തുകൊണ്ടാണ് അത് ആ ഇൻസിഡൻസിൽ ഉണ്ടാവാൻ കാരണം. ഓക്കെ, ഒട്ടുമിക്ക കേസും തന്നെയാണ് ഒബ്വിയസ്ലി അവിടെ ബ്രിട്ടീഷ് പോളിസിയുമായി ബന്ധപ്പെട്ട ലാൻഡ് റിഫോർമേഷൻ പോളിസി, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് പോലുള്ള സിസ്റ്റത്തിലോട്ടായിരിക്കും വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒപ്രസീവ് ആയിട്ടുള്ള ബ്രിട്ടീഷിൻ്റെ സ്റ്റാൻഡ്സ്, ഓക്കെ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഒപ്രസീവ് സ്റ്റാൻഡ് ആയിരിക്കും ഒട്ടുമിക്ക കേസിലും ഓക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, ലൈക്ക് ഓപ്പറേഷൻ ഒബ്വിയസ്ലി കോൺടെക്സ്റ്റ് നോക്കുമ്പോൾ സക്സസീവ് ആയിട്ടുള്ള പല ഇൻസിഡൻസും വളരെ കുറവാണ്. ഇന്ത്യൻ മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന സക്സസ് ആയി എന്ന് പറയാവുന്ന മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ്. ഒട്ടുമിക്ക കേസിലും റെസ്പോണ്ട് തന്നെയായിരിക്കും, അത് സപ്രസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. വളരെ റെയർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സോക്കാൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്കുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു പാർഷ്യൽ വിൻ ഉണ്ടെന്ന് പറയാൻ വളരെ ഇൻഡിഗോ റിവോൾട്ട് പോലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ റിവോൾട്ടും പാർഷ്യൽ സക്സസ് ആണ്, കംപ്ലീറ്റ് സക്സസ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സക്സസ്. ഒരു പാർഷ്യൽ സക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. കാരണം ഇൻഡിഗോ റിവോൾട്ട് കമ്മീഷൻ ഓക്കെ ഇതിനു ശേഷം ഇൻഡിഗോ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു സക്സസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇൻഡെപ്തിലോട്ട് വി ഡസൻ നീഡ് ആൻ ഇൻഡെപ്ത് ഓക്കെ അനലൈസിസ് ഓഫ് എ സ്റ്റോറി. ഒരു സ്റ്റോറി മൊത്തം അറിഞ്ഞ് എല്ലാ സ്റ്റോറിയും ഇതേപോലെ ഇൻഡെപ്തിലോട്ട് അറിഞ്ഞ് അങ്ങനെ പോകണ്ട. 1 ലെവൽ ഡിഗ് നകലാണ്. റാദർ ദാൻ ഇങ്ങനെ മൊത്തം ഇത് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ആ ഫാക്ച്വൽ ഡീറ്റെയിൽസിലോട്ട് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഒരു 1 ലെവൽ ഡിഗ് നല്ലതാണ്. ഇൻ ദ സെൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന 2-3 മറ്റേ റിവോൾട്ടോ അല്ലെങ്കിൽ സോക്കാൾ നടത്തുന്ന ആൾക്കാരെ ലീഡേഴ്സിൻ്റെ പേര് പഠിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് പോകരുത്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റില്ല, റീകോൾ ചെയ്യാൻ പറ്റില്ല. സോക്കാൾ എക്സാം ഹാളിൽ അത്രയും പ്രഷറായിരിക്കും. ആ ഇൻസിഡൻസ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഇൻസിഡൻസ് ഒന്നും റീകാൾ ചെയ്ത് ആൻസറിലോട്ട് എത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, ഓവർ ബർഡൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോണ്ടെക്സ്റ്റ് എന്താണ്, റീജിയൻ സ്പെസിഫിക് ആണ്, എന്താ റീജിയൻ എവിടെയാണ്, ഓക്കെ എന്താണ്, ഏത് ഇൻസ്റ്റൻസിലാണ് നടന്നത്, എന്താണ് കാരണം, ഇത് മതി. ഇതിൽ ഏറ്റവും നമ്മൾ എന്ത് ചെയ്യുക, കൺസോൾട്ടേറ്റ് ചെയ്യുക നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും സോക്കാൾ നോട്ടിനും. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ട്രൈബൽ അപ്രൈസിങ്ങിന്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞ് ട്രൈബൽ അപ്രൈസിങ്ങിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ചുവർ. ഓക്കെ, ഫസ്റ്റ് നേരത്തെ പറഞ്ഞ ട്രൈബൽ അല്ലെങ്കിൽ പെസൻ. ഓക്കെ, ഇൻ ബ്ലെൻഡ് ആയിരുന്നു, ട്രൈബൽസ് ഉണ്ടായിരുന്നു, പെസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ജംഗിൾ മഹൽസ് എന്ന് പറയും. റീജിയൻ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാൾ റീജിയൻ. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്നതാണ് വെസ്റ്റ്
വെസ്റ്റ് ബംഗാളാണ്. എന്ത് നേച്ചർ ഓഫ് പെസൻ അല്ലെങ്കിൽ ട്രൈബൽ മൂവ്മെൻ്റ് ആണ് ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിസ്പോസിഷൻ ആൻഡ് റവന്യൂ കളക്ഷൻ കണ്ടില്ലേ, ഒട്ടുമിക്ക കേസിൽ ഇതേപോലെ തന്നെ റവന്യൂ പ്രശ്നം. ഓക്കെ, റവന്യൂ ആയിരിക്കും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, ഈ റവന്യൂ പ്രശ്നമാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ടുള്ള ട്രൈബൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കീ ലീഡേഴ്സ് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ചീഫ്സ് ആയിരുന്നു. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, ദുർജൻ സിംഗ് ആൻഡ് ജഗന്നാഥ് സിംഗ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക, ദുർജൻ സിംഗ് ആൻഡ് ജഗന്നാഥ് സിംഗ്. ഓക്കെ, ദുർജൻ സിംഗ് ആൻഡ് ജഗന്നാഥ് സിംഗ് ആയിരുന്നു അവിടുത്തെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോ കാൾ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബംഗാൾ റീജിയനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി ഇതുപോലെ എന്താ പറയുന്നു റവന്യൂ കളക്ഷനുമായി നമുക്കറിയാം ബംഗാൾ റീജിയനിലൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആയിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ഈവൻ ദോ റെസ്പെക്റ്റിംഗ് ഓഫ് നമ്മളെ ഔട്ട്കം ഫ്രം ദി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫ്രം ദ അഗ്രികൾച്ചറിൻ്റെ ബേസിസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഫണ്ടിങ് അല്ലെങ്കിൽ സോക്കാൾ ബ്രിട്ടീഷിന് റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ നിർബന്ധമായിട്ട് സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടും ആര് പ്രൊവൈഡ് ചെയ്യണം? സെമീന്ദാർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെമീന്ദാർ അവരുടെ തലയിൽ അതിൻ്റെ ബേർഡൻ എടുക്കില്ല. അവരാർക്ക് അത് ടീം സോക്കാൾ പെസൻസിനോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കോ എന്ത് ചെയ്യും അത് കൊടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി അത് ആർക്ക് പ്രശ്നമാണ്? അവർക്ക് ബേർഡൻ ആവും. അൾട്ടിമേറ്റ് ബേർഡൻ അവർക്കായിരിക്കും, ലോക്കൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് സോക്കാൾ അവരെന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റിലോട്ട് അവർ മുന്നിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടേക്ക് എന്തുകൊണ്ട് ചുവർ അപ്രൈസിങ് നടക്കുന്നത് ബംഗാളിലാണ്. ഓക്കെ, ദുർജൻ സിംഗ് ആൻഡ് ജഗന്നാഥ് സിംഗ് ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് കോൾ അപ്രൈസിങ് വരുന്നുണ്ട്. കോൾ അപ്രൈസിങ് പറഞ്ഞാൽ 1831-32 കാലഘട്ടത്താണ് കോൾ അപ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇത് ഏത് റീജിയനിലാണ്? സോക്കാൾ വളരെ അടുത്ത് തന്നെയാണ്. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ റീജിയനിലാണ് എന്ത് ചെയ്യുന്നത് സോക്കാൾ നമ്മൾ ഈ കാണുന്ന കോൾ അപ്രൈസിങ് ഈ സമയത്താണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1831-32. ഓക്കെ, ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് മെയിൻലാൻഡിലോട്ടുള്ള ട്രൈബൽ ഭയങ്കര കൺസർവേറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഈ ഔട്ട്സൈഡേഴ്സിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, ഔട്ട്സൈഡേഴ്സിന് അവരുടെ ലെവലിലോട്ട്, കാരണം ഭയങ്കര സോഷ്യൽ കളക്ടിവിസം ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് ഈ സോക്കാൾ ട്രൈബൽസ്. നമുക്ക് സെൻറ്റിനൽസിനെ പറ്റി അറിയാം. ആൻഡമാൻ നിക്കോബാറിലൊക്കെ ഉള്ള സെൻറ്റിനൽസ് ഒന്നും അവർ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ആൾക്കാരെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ മെയിൻലാൻഡോട്ട് കയറാൻ അവരെന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഭയങ്കര കൺസർവേറ്റീവ് നിൽക്കുന്ന ആൾക്കാരുടെ ലൈക്ക് അവരിലോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുമാത്രമല്ല അവരുടെ കൾച്ചറൽ ഡിസ്റ്റോർഷൻ നടത്താൻ, ഫോർ ഇൻസ്റ്റൻസ് റീജിയസ് ആയിട്ടുള്ള പുതിയ നോവൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ സോക്കാൾ കുറേ കാലം എക്സിസ്റ്റ് ചെയ്യുന്ന ട്രൈബൽ കൾച്ചറിലോട്ട് എക്സേർട്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പിന്നെ മാത്രമല്ല മണി ലെൻഡേഴ്സിൻ്റെ എഫക്റ്റ്. ഓക്കെ, ഒബ്വിയസ്ലി അവർക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ അവർ മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ മേടിക്കും. ഓക്കെ, കാരണം എന്താണ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഫോഴ്സ്ഫുള്ളി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്കണോമിക് സിസ്റ്റത്തിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ട്രൈബൽസിനെ ഫോഴ്സ്ഫുള്ളി ഇതാക്കുന്നുണ്ട്. പക്ഷേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്, ട്രൈബൽസ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ബാർട്ടർ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് എക്കണോമിക് സിസ്റ്റത്തിന് ഈ കറൻസിയെ പറ്റിയൊന്നും അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അവർ ആരോട് കടം മേടിക്കണം? മണി ലെൻഡേഴ്സിൽ നിന്ന് കടം മേടിക്കണം. പിന്നെ മണി ലെൻഡേഴ്സ് കൊടുക്കുമ്പോൾ അവർ ഒബ്വിയസ്ലി ഹൈ ഓർബിറ്റൻ ആയിട്ടുള്ള ടാക്സ് ലൈക്ക് സോക്കാൾ ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് പുഷ് ചെയ്യുന്നത്. ഓക്കെ, അത് തിരിച്ചു കൊടുക്കാൻ അടവ് കൊടുക്കാൻ പറ്റുന്ന ലെവലിലോട്ട് ആര് എത്തുന്നുണ്ടാവില്ല, ഒബ്വിയസ്ലി ട്രൈബൽസ് എത്തില്ല. അപ്പോൾ അത് എന്തിലോട്ട് എവൻച്വലി എത്തും? ഫോഴ്സ് ലേബറിലോട്ട് എത്തും. ഓക്കെ, ഫോഴ്സ് ലേബർ പറഞ്ഞാൽ പിന്നെ ജനറേഷണൽ ആയിട്ടുള്ള വിഷ്വൽ സൈക്കിളിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ അത്രയും പ്രഷർ വരുന്ന ഇൻസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത് സോക്കാൾ ട്രൈബൽസ് എന്ത് ചെയ്യുന്നത് ഇതേപോലെ റിവോൾട്ടിലോട്ട് എത്തുന്നത്. എല്ലാത്തിനും ഒട്ടുമിക്ക കേസിലും ഒട്ടുമിക്ക ട്രൈബൽ മൂവ്മെൻറ്റ്സിലും ഈ കോൺടെക്സ്റ്റ് അല്ലാതെ വേറൊരു കോൺടെക്സ്റ്റ് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഓക്കെ, ഇത് പേര് പഠിക്കണം. ബന്ധു ഭഗത് എന്ന വ്യക്തിയായിരുന്നു എന്ത് ചെയ്യുന്നത് കോൾ അപ്രൈസിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ. അപ്പോൾ ബന്ധു ഭഗത് പഠിക്കണം. ഏത് റീജിയനിലാണ്? ഛോട്ടാ നാഗ്പൂർ റീജിയനിലാണ് കൺസിഡർ. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ റീജിയൻ ബന്ധു ഭഗത് 1831-32. ഓക്കെ, ഇത്രയും സ്പെസിഫിക് ആയിട്ട് 31-32 പഠിക്കണം നിർബന്ധമില്ല. 30s ആ റേഞ്ചിലാണെന്ന് മനസ്സിലാക്കി, ഏർലി 30s ആ റേഞ്ചിലാണെന്ന് മനസ്സിലാക്കിയാലും മതി. ഓക്കെ, ഇനി അടുത്ത് സാന്താൾ. ഓക്കെ, സാന്താൾസിൻ്റെ കേസ് പറഞ്ഞാൽ ഓക്കെ സാന്താൾസും ഇതേപോലെ ട്രൈബൽസ് ആണ്. ഓക്കെ, രാജ്മഹൽ ഹിൽസിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ സോക്കാൾ സാന്താൾസ് എന്ന് പറഞ്ഞാൽ. ഇതേ പ്രശ്നം തന്നെ കണ്ടില്ലേ, ശ്രദ്ധിക്കൊണ്ടു മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ. ഓക്കെ, ലാൻഡ് ഏലിനേഷൻ ഓക്കെ ആണ് ഇവരുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലീഡേഴ്സിനെ പഠിച്ചിരിക്കണം. സിന്ധു ആൻഡ് കൻഹു. ആരൊക്കെയാണ്? സിന്ധു ആൻഡ് കൻഹു ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിന് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഛോട്ടാ നാഗ്പൂർ റീജിയനിലല്ല, സാന്താൾ രാജ്മഹൽ ഹിൽസിലാണ് വരുന്നത്. ഓക്കെ, രാജ്മഹൽ ഹിൽസിലാണ് കൂടുതലായിട്ട് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സാന്താൾ റെബലിയൻ 1855-56 റേഞ്ചിലാണ് കൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്കറിയാം 1857 റിവോൾട്ട് തൊട്ട് മുന്നേ നടന്ന ഒരു സംഭവമാണ് സാന്താൾ റെബലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബിൽ മൂവ്മെൻറ്റ് ഉണ്ട്. ബിൽ മൂവ്മെൻറ്റ് വെസ്റ്റേൺ ഇന്ത്യയിലാണ് കൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ സോക്കാൾ മധ്യപ്രദേശിൻ്റെ ഈ വെസ്റ്റേൺ ഭാഗം അല്ലെങ്കിൽ സോക്കാൾ മഹാരാഷ്ട്ര പ്രൊമിനൻ്റ്ലി മഹാരാഷ്ട്ര റീജിയനിലായിരിക്കും കൂടുതലായിട്ട് ഈ ബിൽ മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് സേവാറാം ആൻഡ് ഗോവിന്ദ് ഗുരു ഇങ്ങനെ രണ്ട് ആൾക്കാരാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫോറസ്റ്റ് ഏലിനേഷൻ ആൻഡ് ഫോറസ്റ്റ് ലാൻഡ് ഏലിനേഷനുമായി ബന്ധപ്പെട്ടാണ് ബിൽ മൂവ്മെൻറ്റ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇനി കോണ്ട് മൂവ്മെൻറ്റ് പറഞ്ഞാൽ 1937-59. ഓക്കെ, ഇത് ലാർജ് ഒരു ഡിക്കേഡ്സ് നിൽക്കുന്ന സോക്കാൾ റെബല്യനാണ് കോണ്ട് റെബല്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോണ്ട് ഒഡീഷ റീജിയനിലാണ്. കോണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇന്റർഫറൻസ് ആണ്. ഹിൽ ട്രൈബ്
ഇതാണ് ചക്ര ബിഷ്ണോയ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചക്ര ബിഷ്ണോയാണ് ഇതിൻ്റെ പ്രൊമിനൻ്റ് ആയിട്ട് ലീഡർ. അപ്പോൾ കോണ്ട് എന്ന് പറഞ്ഞാൽ 1937 മുതൽ ആ റേഞ്ചിലാണ് കോണ്ട് റെബല്യൻ നടക്കുന്നത്. ചക്ര ബിഷ്ണോയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത് കോയാസ് എന്ന് പറഞ്ഞാൽ അറിയാം ഗോദാവരി ബെൽറ്റിലാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഓക്കെ ആ റീജിയനിലുള്ള സോക്കാൾ സെൻട്രൽ ഇന്ത്യൻ്റെ താഴെ വിട്ട് വരുന്ന സൗത്ത് ഇന്ത്യയിലോട്ടുള്ള എക്സ്റ്റൻഷൻ, ആ ട്രാൻസിഷൻ ഫേസിലാണ് കോയ റെബല്യൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പാറ്റേൺ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. എന്താണ് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കും, എന്താണ് ഫോറസ്റ്റ് റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻട്രൂഷൻ അവരുടെ സോക്കാൾ ഇതിലോട്ട് വരുന്നതാണ് നമ്മൾ എന്തിന് സോക്കാൾ നമ്മുടെ ഈ കാണുന്ന ട്രൈബൽ മൂവ്മെൻറ്റിലേക്ക് ഓക്കെ എസൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ റാമോസി മൂവ്മെൻറ്റ് ഒബ്വിയസ്ലി നമുക്കറിയാം. ഓക്കെ, നമ്മുടെ റെംപ മൂവ്മെൻറ്റ് വേണ്ടി വളരെയധികം സിമിലാരിറ്റി ഉള്ളതാണ് റാമോസി മൂവ്മെൻറ്റ്. ഓക്കെ, ഇത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് റാമോസി മൂവ്മെൻറ്റ് കാണിച്ചത്. ചിറ്റൂർ സിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിറ്റൂർ സിംഗ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞാൽ ചിറ്റൂർ സിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായിട്ട് ട്രൈബൽ മൂവ്മെൻറ്റുമായി പഠിച്ചു. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയാം. ഓക്കെ, ട്രൈബൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ റീസൺസ് ഓഫൺ ദ കസ്റ്റമറി റൈറ്റ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഓക്കെ, കസ്റ്റമറി റൈറ്റും അല്ലെങ്കിൽ സോക്കാൾ അവരുടെ എന്താണ് സോക്കാൾ ഔട്ട്സൈഡേഴ്സ് ഇൻട്രൂഷൻ, ഓക്കെ അവരുടെ കൾച്ചറിലോട്ടുള്ള അസർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ട്രൈബൽ കൾച്ചറിലോട്ട് ഇതുപോലെ അസർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ ആര് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്? സോക്കാൾ ബ്രിട്ടീഷുകാരെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോക്കാൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവർ റിലീജിയസ് കസ്റ്റമറി ആക്ടിവിറ്റീസിലോട്ടുള്ള ഇൻട്രൂഷനാണ് അവരെ ഫോഴ്സ്ഫുള്ളി ഇതിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇതുപോലെ ട്രൈബൽ റിവോൾട്ടിലോട്ട് എന്ത് ചെയ്യുന്നത്? കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ട്രൈബൽ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ചാൻസ് ഇൻ ദ സെൻസ് UPSC ട്രാപ്പ് പറഞ്ഞാൽ എന്തായിരിക്കും? ആ നൗൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതാണ് അവർ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ചിലപ്പോൾ ലീഡർമാരെ മാറ്റും. പിന്നെ ലൈക്ക് നമുക്ക് കൂടുതൽ കാണാൻ പ്രതീക്ഷിക്കേണ്ട ഇങ്ങനത്തെ ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ടേബിൾ വന്നിട്ട് ഏത് ഇയറാണ്, ഏതാണ് ലീഡർ, ഓക്കെ ഏത് റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടാബിലൊക്കെ വേണം. ഇതിൽ 1 പെയർ 2 പെയർ 3 പെയർ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിനപ്പുറത്ത് ഇനി ഡിഫിക്കൽട്ട് ആക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാക്ച്വൽ ഡീറ്റെയിൽസ് തന്നെയാണ്. ഒബ്വിയസ്ലി മോഡേൺ ഇന്ത്യ ഫാക്ച്വലാണ് വിത്ത് സം കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇൻസേർട്ട് ചെയ്യണം. അത് മാത്രമല്ല ഒരു ഫാക്ച്വൽ ഡീറ്റെയിൽസിനെ പറ്റി പ്രോപ്പറായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്ത് പെസൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റി പറയാം. ഇൻഡിഗോ റിവോൾട്ട്. ഓക്കെ, ഇൻഡിഗോ റിവോൾട്ട് 1859. ഓക്കെ, ഇൻഡിഗോ റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്ഥലം എന്താണ്? 1859 ഇൻഡിഗോ റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ബംഗാൾ റീജിയൻ. ഏതാണ് റീജിയൻ? ബംഗാൾ റീജിയനിലാണ് 1859 റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യൂറോപ്യൻ പ്ലാന്റേഴ്സ് ആണ്. ഓക്കെ, ഇതിലെ കോയേഴ്സിവ് കൾട്ടിവേഷൻ ആണ്. പെസൻസ് വേഴ്സസ് പ്ലാന്റേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ ചേഞ്ച് കാണാൻ സാധിക്കും. പെസൻറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ കോൺടെക്സ്റ്റ് എടുക്കുമ്പോൾ അവരെന്താണ് ഇതേപോലെ കോമണാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. റെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഓക്കെ, റെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് തിൻകാറ്റിയ സിസ്റ്റം. ഓക്കെ, തിൻകാറ്റിയ സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് 3/20. ഓക്കെ, ടോട്ടൽ ഷെയറിൻ്റെ ടോട്ടൽ ലാൻഡ് പീസിൻ്റെ കാത്തിയ പറഞ്ഞ ലാൻഡ് പീസസിൻ്റെ 3/20 പീസസ് ആക്കിയതിൽ 3 പാർട്ട് എന്തിനു വേണ്ടി അസർട്ടീവായിട്ട് എന്ത് ചെയ്യണം? പ്ലാന്റേഷൻ വർക്ക്. എന്ത് പ്ലാന്റേഷൻ? ഇൻഡിഗോ പ്ലാന്റേഷന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? നടത്തണം. ഒരു ഏരിയയിൽ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ 3/20 പാർട്ട് എന്തിനു വേണ്ടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സോക്കാൾ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ്, സോക്കാൾ ഇൻഡിഗോ പ്ലാന്റേഷന് വേണ്ടിയിട്ട് അസർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടത്തുന്നത് ഭയങ്കര അസർട്ടീവാണ്. കാരണം അവരുടെ റാഷണാലിറ്റിക്ക് പുറത്താണ് എന്ത് ചെയ്യുന്നത്? അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഡിഗോ റിവോൾട്ട്, ഇൻഡിഗോ പ്രസൻസ് എല്ലാവരും ലൈക്ക് സോക്കാൾ അവരെന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട റിവോൾട്ട് നടത്തും. എന്തുകൊണ്ടാണ് റിവോൾട്ട് നടത്തുന്നത്? ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷനാണ്. ഓക്കെ, ഇൻഡിഗോ പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പ്ലാന്റേഷനാണ്. ഇവിടെ എന്താണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് പറഞ്ഞാൽ ഇൻഡിഗോൻ്റെ പ്ലാന്റേഷൻ പ്രകാരം അതായത് 23 പാർട്ട് മാത്രം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ പോലും ഓക്കെ അവിടെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്ലാന്റേഷനാണ് ഇൻഡിഗോ പ്ലാന്റേഷൻ. ഒട്ടുമിക്ക പ്ലാന്റേഷൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സോക്കാൾ അവിടുന്ന് നേറ്റീവ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ക്രോപ്പ് കൾട്ടിവേഷൻ ഫോർ ദെയർ എന്താണ് കൺസംഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ക്രോപ്പ് കൾട്ടിവേഷൻ എന്ത് ചെയ്യുന്നില്ല? കാര്യമായിട്ടുള്ള ക്രോപ്പ് ഏണിങ്സ് അല്ലെങ്കിൽ ക്രോപ്പ് എഫിഷ്യൻസി കിട്ടില്ല. കാരണം എന്താണ്? വെള്ളമെല്ലാം ആര് വലിച്ചുകൊണ്ട് പോകും? സോക്കാൾ ഇൻഡിഗോ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യും? വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റൻസ് വരുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഫുഡ് കൾച്ചർ, ഫുഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ എന്നെ ഭയങ്കര നല്ല രീതിയിൽ ഇത് ഡിമിനിഷ് ചെയ്യും. ഓക്കെ, അത്രയും വാട്ടർ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്, അല്ലെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ലോക്കൽ പ്ലാന്റേഴ്സിന് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നിരിക്കുന്നത്.
പിന്നെ അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇൻഡിഗോ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി എന്തല്ല, ഭയങ്കര അസർട്ടീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ല, അത് ഭയങ്കര കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്ത മൂവ്മെൻ്റ് ആണ്. ശ്രദ്ധിക്കണം, 1859 ആണ്. 58 ശേഷം അല്ലെങ്കിൽ 57 ശേഷം ബ്രിട്ടീഷ് പോളിസീസ് ഭയങ്കര അന്യായമായുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ കോൺടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഇൻ്റലിജൻസ് ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സോക്കൽ പ്ലാന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡിലെ ഒരു കേസ് ഫയലിങ്ങും അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ഒക്കെ ആയിരുന്നു എന്ത് ചെയ്ത് ഇൻഡിഗോ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അവർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു നോൺ വയലൻറ്റ് മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ UPSC സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അത് വളരെ ഒരു നമ്മളധികം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. പക്ഷേ ഇൻഡിഗോ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഇൻഡിഗോ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ തീൻകാതി സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടാണ്, ഈ ഇൻഡിഗോ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. ഇൻഡിഗോ പ്ലാന്റേഷൻ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫിലിംസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ഫെറൈസി മൂവ്മെൻറ്റ്. ഫെറൈസി മൂവ്മെൻറ്റ് നമുക്കറിയാം 1800s 1830s എന്ത് ചെയ്യുന്നത്, സോക്കാൾഡേ പോലുള്ള ഫെറൈസി മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത് ഏത് റീജിയനിലാണ്, ബംഗാൾ റീജിയനിലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒട്ടുമിക്ക സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സോക്കാൾ ഒരു ബംഗാൾ റീജിയനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇൻ്റലിജൻസ്യ, ഓക്കെ, സോക്കാൾ ഇൻ്റലിജൻസ്യ ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ഏർലി ഇൻ്റലിജൻസിൻ്റെ ഒരു ഹോംലാൻഡ് എന്ന് പറയുന്നത് സോക്കാൾ ബംഗാളാണ്. സോക്കാൾ ബംഗാളാണ് ഏർലി ഇൻ്റലിജൻസിയുടെ ഒരു ഹോംലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും സെമീന്ദാർസ് അല്ലെങ്കിൽ പ്ലാന്റേഴ്സസ് ഇതിനെതിരെയായിരുന്നു എന്ത് ചെയ്യുന്നത്, സോക്കാൾ ഫെറൈസി മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു റിലീജിയസ് അഗ്രേരിയൻ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഓക്കെ, റിലീജിയസ് അഗ്രേരിയൻ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. മുസ്ലിം കോൺടെക്സ്റ്റിലുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഫെറൈസി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമുക്കറിയാൻ പറ്റും സോക്കാൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഹാജി ശരിയത്തുള്ള ആൻഡ് ദദു മിയാൻ. ഓക്കെ, ദദു മിയാനും ആൻഡ് ഹാജി ശരിയത്തുള്ള ഈ രണ്ട് പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഹാജി ശരിയത്തുള്ള ആൻഡ് ദദു മിയാനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞത്. അപ്പോൾ ഫെറൈസി മൂവ്മെൻറ്റ് നടന്ന വർഷം 1830s. ആ റേഞ്ച് മനസ്സിലാക്കിയാൽ മതി. 1830s ഫെറൈസി മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി, ദദു മിയാനും ഹാജി ശരിയത്തുള്ളയും. ഓക്കെ, ഈ ഒരു റിലീജിയസ് അല്ലെങ്കിൽ അഗ്രേരിയൻ കോൺടെക്സ്റ്റിൽ രണ്ടുകൂടി ബ്ലെൻഡ് ചെയ്യപ്പെടുന്ന ഒരു റിലീജിയസ് മൂവ്മെൻറ്റാണ്. ഈ ഒട്ടുമിക്ക സെമീന്ദാർസ് അല്ലെങ്കിൽ പ്ലാന്റേഴ്സ് ഇൻ ദി ബംഗാൾ റീജിയനെതിരെയായിരുന്നു ഈ ഫെറൈസി മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് വഹാബി മൂവ്മെൻറ്റ്. ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ ആംഗിളുള്ള ഒരു കോൺടെക്സ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വഹാബി മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വഹാബി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വഹാബി മൂവ്മെൻറ്റ്സ് പറഞ്ഞാൽ എന്താണ്. വഹാബി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നടക്കുന്നത് ബംഗാൾ അല്ലെങ്കിൽ നോർത്തേൺ റീജിയനാണ് വഹാബി മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബംഗാൾ മറ്റേ നോർത്തേൺ റീജിയൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏത് ഇയറിലാണ്, 1820s. 1820 to 1860 ആ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, സോക്കാൾ വഹാബി മൂവ്മെൻറ്റ് അതിൻ്റെ ഫുൾ ഫ്ലജിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇതൊരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ, ഓക്കെ, മാസ് മൊബിലൈസേഷൻ അവിടെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല ഒരു റിഫോമിസ്റ്റ് ആംഗിളായിരുന്നു സോക്കാൾ വഹാബി മൂവ്മെൻറ്റ്. ഓക്കെ, ഒരു ഐഡിയോളജിക്കൽ ലെവലിലോട്ട് സോക്കാൾ ഇസ്ലാമിനെ റിഫോം ചെയ്യുക എന്നുള്ള കോൺടെക്സ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, വഹാബി മൂവ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റിഫോമിസ്റ്റ് ഉണ്ട്, റിവൈവലിസ്റ്റ് ഉണ്ട്. ഓക്കെ, രണ്ട് കോൺടെക്സ്റ്റും പ്രശ്നമാണ്. ഇൻ ദ സെൻസ് ഒട്ടുമിക്ക ഇതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഗ്രേ ഏരിയയിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരു റിലീജിയൻ എൻറ്റയർലി റിഫോമിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റിലീജിയൻ എൻറ്റയർലി സോക്കാൾ എന്താ പറയുക റിവൈവലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഓഫ് ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു ലാർജർ സെൻസ് എന്താണ്, കുറച്ചുകൂടി റിഫോമിസ്റ്റ് ആണോ അല്ലെങ്കിൽ റിവൈവലിസ്റ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സന്യാസി ആൻഡ് ഫക്കീർ മൂവ്മെൻറ്റ്. ഓക്കെ, സന്യാസി ഫക്കീർ മൂവ്മെൻറ്റ് നടക്കുന്നത് നമുക്കറിയാം ബംഗാൾ റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എവിടെയാണ്, ഏത് റീജിയനാണ്, ബംഗാൾ റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സന്യാസി ആൻഡ് ഫക്കീർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബംഗാൾ റീജിയൻ നമുക്കറിയാം. ഈ റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സോക്കാൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗാൾ പ്രൊമിനൻ്റ് മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവർ ട്രാവൽ ചെയ്തിരുന്നു. സന്യാസി ആൻഡ് ഫക്കീസ് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻ സ്പെസിഫിക്കായി പറഞ്ഞാൽ ഒരു ബംഗാൾ ഈസ്റ്റേൺ റീജിയനിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്ത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻ ജനറലി. ഓക്കെ, പിന്നെ അസറ്റിക് ആൻഡ് എക്കണോമിക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്ത് ഇതുമായി നമുക്കറിയാം. ഇതേപോലുള്ള മറ്റേ സോക്കാൾ ഗ്രാൻഡ് കൊടുക്കാനോ പേയ്മെൻറ്റ് കൊടുക്കാനോ അന്നത്തെ സോക്കാൾ സെൻറ്റേഴ്സിനോ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും അസർട്ടീവ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പോളിസി ആയിരുന്നു ബ്രിട്ടീഷുകാർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ടാക്സ് പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു എക്കണോമിക് എക്സിസ്റ്റൻസിനുള്ള അവസ്ഥ പല സെമിനാർസിനും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഗ്രാൻഡ് പ്രൊവൈഡ് റിലീജിയസ് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യണോ മറ്റേനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മാത്രമുള്ള എക്കണോമിക് സൗണ്ട്നെസ് ഉണ്ടല്ല. ഇത് ആരെ ബാധിച്ചു, സന്യാസീസ് അല്ലെ ഫക്കീർസിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിച്ചു. അതുകൊണ്ടാണ് അവർ എതിരെ ആക്ട് ചെയ്തിരുന്നത്, സോക്കാൾ ബ്രിട്ടീഷിനെതിരെ ആക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺടെക്സ്റ്റ് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോക്കാൾ വഹാബി മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു സോക്കാൾ. അപ്പോൾ ഓവറോൾ ഐഡിയ ഉണ്ടാക്കാം. സന്യാസി ഫക്കീർ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അപ്രൈസിംഗ് ആണ് സോക്കാൾ സന്യാസി ഫക്കീർ മൂവ്മെൻറ്റ്. പിന്നെ
ചുവർ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, ജിംഗൽ മഹൽസിലേക്കാണ് സോക്കാൾ ബംഗാൾ റീജിയനിലാണ് നമ്മൾ സോക്കാൾ ഈ ചുവർ മൂവ്മെൻറ്റ്സ് ഒക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൈഗ മൂവ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞു. പൈഗ മൂവ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ അറിയാം. ഓക്കെ, പൈഗ മൂവ്മെൻറ്റ്സ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പൈഗ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ പൈഗ മൂവ്മെൻറ്റിൽ ബക്ഷി ജഗത് ബന്ധു അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പിന്നെ സോക്കാൾ നമ്മൾ കോൾ മൂവ്മെൻ്റ് ഉണ്ട്. ചോട്ടാ നാഗ്പൂർ റീജിയനാണ് കോൾ മൂവ്മെൻറ്റ് നടക്കുന്നത്. ട്രൈബൽ അല്ലെങ്കിൽ ലാൻഡ് എലിനേഷനുമായി ബന്ധപ്പെട്ടാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റവന്യൂ സിസ്റ്റം ഒബ്വിയസ്ലി എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് 1857 സിപ്പായി മുറ്റ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്ട്സ് നമുക്കറിയാം. സാന്താൾ റെബലിയൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാന്താൾ റെബലിയൻ അത് നമ്മളിത് നടക്കുന്നതിൻ്റെ 1857 റിവോൾട്ട് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നടന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് സോക്കാൾ സാന്താൾ റെബലിയൻ എന്ന് പറഞ്ഞാൽ. ഒബ്വിയസ്ലി അവിടെ മണി ലെൻഡേഴ്സിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കണം. ഓക്കെ, നമ്മളിതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. മണി ലെൻഡേഴ്സ് എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, സോക്കാൾ മണി ലെൻഡേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒബ്വിയസ്ലി നമ്മൾ ഇതിനെ ഫംഗ്ഷൻസിനെ കേട്ടുകയും സോക്കാൾ ട്രൈബൽസിൻ്റെ ഫംഗ്ഷൻസിനെ കേട്ടുകയും അല്ലെങ്കിൽ അവർക്കുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. അത് മാത്രമല്ല അവരെ ഫോഴ്സ്ഫുള്ളി എത്തിക്കാൻ ഓക്കെ അല്ലെങ്കിൽ ഫോഴ്സ് ബെഗാറിലോട്ട് അവർ എന്ത് ചെയ്യുന്നു എത്തിക്കുന്ന ഇൻസിഡൻസ് നമുക്ക് ഈ മണി ലെൻഡേഴ്സിൻ്റെ കോൺട്രാക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും. ഇതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെ റീജിയൻ പഠിക്കണം, കോസ് പഠിക്കണം, റെസ്പോൺസീവ് എന്തൊക്കെയായിരുന്നു, കൗണ്ടർ ആയിട്ടുള്ള റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ എന്ത് നേച്ചർ ഉള്ള ഒരു ടൈപ്പാണോ ഒരു മൂവ്മെൻ്റ് ആണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പൊളിറ്റിക്കൽ ആണോ അല്ലെങ്കിൽ പ്രസൻ്റ് ആണോ അല്ലെങ്കിൽ ട്രൈബൽ മൂവ്മെൻ്റ് ആണോ എന്നുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി റീജിയൻ സ്പെസിഫിക് ഓക്കെ നമുക്കറിയാം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ഓക്കെ സെൻട്രൽ ഈ റീജിയനിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ പോലുള്ള ഡിമാർക്കേഷൻ ഒബ്വിയസ്ലി ആയിരിക്കില്ല അന്നത്തെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു ലൈക്ക് എന്തത്തോളം ഒട്ടുമിക്ക കേസിൽ നമുക്ക് അറിയാൻ സാധിക്കും റെസ്പോൺസ് എന്തായിരിക്കും ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അതുമായി അഗ്രസീവായിട്ടുള്ള റെസ്പോൺസിന് അഗ്രസീവായിട്ടുള്ള റിപ്ലൈ തന്നെയായിരുന്നു ആര് പ്രൊവൈഡ് ചെയ്യുന്ന സോക്കാൾ ബ്രിട്ടീഷുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഓവറോൾ നേച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് നേരത്തെ അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്കെ നേരത്തെ ഒരു ടാബ്ല കോളേജ് നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്തിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ട്രൈബൽ അപ്രൈസിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അത് ഈ കൗണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രം ഞാൻ എടുത്ത് പറയാം. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽ ഇൻ ദ സെൻസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് തന്നെ നിങ്ങൾക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുമോ അത് ഗ്യാരണ്ടിയാണ്. ഇൻ ദ സെൻസ് എന്താണ് ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്നും എല്ലാം ഈ ടാബ്ല കോളേജ് നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കിതിൽ കോണ്ട് അപ്രൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോയ അപ്രൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. റാമോസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാന്താൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഇത്രയും കോൺടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് ലീഡേഴ്സ്, എന്തൊക്കെയാണ് വരുന്ന ആൾക്കാർ, എന്തൊക്കെയാണ് ഏത് റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ആക്റ്റീവ് റീകോളിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ നടത്തിയാൽ പ്രോപ്പറായിട്ട് ഇത് നടത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കോൺടെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ പെസൻറ്റ് അഗ്രേറിയൻ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. പെസൻറ്റ് മൂവ്മെൻറ്റ് അഗ്രേറിയൻ മൂവ്മെൻറ്റ് നമ്മൾ ഫെറൈസി മൂവ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിരുന്നു. പിന്നെ ഇൻഡിഗോ റിവോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് 1857 റിവോൾട്ടിന് ശേഷം ആദ്യമായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇൻസിഡൻസ് ആണ് സോക്കാൾ ഈ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര വയലൻ്റ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയലൻ്റ് അല്ല, അത് ഭയങ്കര എന്താണ് കുറച്ചുകൂടി സോക്കാൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വേ ഓഫ് ആയിട്ടുള്ള റിവോൾട്ട് മെത്തേഡായിരുന്നു. ലൈക്ക് പെസൻസ് അന്നത്തെ പെസൻസ് എന്ത് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിന് റീസണും ഉണ്ട്. എന്താണ് ഒബ്വിയസ്ലി ആണ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് ഇൻ്റലിജൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കതിന് മുന്നേ ഇവർക്കെതിരെ റിവോൾട്ട് നടത്തിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് 1857 പോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് അവിടെ ആകെ തന്നെ പെസൻസിനിടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒരു നോൺ വയലൻസ് മെത്തേഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഇതേപോലുള്ള കാര്യങ്ങൾ അവിടെ എത്തുന്നു. ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോൺടെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഓക്കെ നമ്മൾ സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2012 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടെക്സ്റ്റ് ആണ് ബ്രഹ്മസമാജ്. ഓക്കെ, ബ്രഹ്മസമാജ് എന്ന കോൺടെക്സ്റ്റ്. ഓക്കെ, ബ്രഹ്മസമാജ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റിഗാർഡിംഗ് ദ ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കോൺടെക്സ്റ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഒപ്പോസ് ഐഡൽട്രി. ഓക്കെ, അപ്പോൾ ബ്രഹ്മസമാജ് പറഞ്ഞാൽ നമുക്ക് സോക്കാൾ രാജാറാം മോഹൻ റോയിനെ ഓർമ്മ വരണം. എന്ത് കോൺടെക്സ്റ്റാണ് വന്നിരുന്നത്? ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ മൂപ്പരാളുടെ കോൺടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹം എന്തിനെ ഒപ്പോസ് ചെയ്യും? ഒരു ഐഡൽട്രി പോലുള്ള കോൺടെക്സ്റ്റ് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇത് ശരിയാണ്. ഓക്കെ, ചാൻസ് കൂടുതലാണ്. ഇവൻ നമുക്കത് ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ ദ ഡിനൈഡ് ദ നീഡ് ഫോർ ദി പ്രീസ്റ്റ്ലി ക്ലാസ് ഫോർ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയസ് ടെക്സ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യൽ റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. അതുമാത്രമല്ല
നമുക്കറിയാം ഏർലി ഫേസസുള്ള ഇൻ്റലിജൻസിയും കൂടിയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കോണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ സോക്കാൾ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റത്തിനെയും എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രീസ്ലി കാസ്റ്റിനെ എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ അടുത്തത് ദി പോപ്പുലൈസ് ദ ഡോക്ട്രിൻ ഓഫ് വേദാസ് ആർ ഇൻഫാലിബിൾ. വേദാസ് ഇൻഫാലിബിൾ ആണ് എന്ന് പറയും. ഓക്കെ, അത് ക്ലാരിറ്റിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ദയാനന്ദ സരസ്വതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് 1875 ഫോം ചെയ്ത ആര്യ സമാജവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് ഫോം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടാൻ സാധിക്കും. അപ്പോൾ ആൻസർ എന്തിലോട്ട് എത്തി? ഓക്കെ, 1 ഓൺലി പോയി, 1 and 2 അവിടെ ഉണ്ടായിരുന്നു, 3 ഓൺലി വെട്ടിപ്പോയി. ആൻസർ എന്താണ്? 1, 2, 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? 1, 2, 3. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്തു, ആ ലീഡറിനെ പഠിച്ചു, എന്താണ് രീതി എന്ന് പഠിച്ചു, അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2016 ചോദിച്ച ചോദ്യമാണ് സത്യശോധക് സമാജ്. എന്താണ് സത്യശോധക് സമാജാണ്? ഓക്കെ, ദി മൂവ്മെൻറ്റ് ഓഫ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ട്രൈബൽസ് ഇൻ ബീഹാർ. ബീഹാറിലെ ട്രൈബൽസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോക്കർ സത്യശോധക് സമാജ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് ഇൻ ഗുജറാത്ത് റീജിയനിലെ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്രയിലുള്ള ഒരു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റാണ് സോക്കാൾ ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അടുത്തത് പെസൻ മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റാണ്. ഓക്കെ, സത്യശോധക് സമാജ് പറഞ്ഞ ജ്യോതിറാവ് ഫുലെൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏത് റീജിയനിലാണെന്ന് മനസ്സിലാക്കി നോക്കി. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീഹാറിലാണോ, ഗുജറാത്തിലാണോ, മഹാരാഷ്ട്രയിലാണോ, പഞ്ചാബിലാണോ. ഇത് 4 റീജിയനാണ്. ഇന്ത്യൻ കോൺടെക്സ്റ്റ് നോക്കുമ്പോൾ റീജിയനാണ്. ഈവൻ ദോ ആ റീജിയൻ കോൺടെക്സ്റ്റ് നമ്മൾ പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ഇത് നടന്നിരിക്കുന്ന മഹാരാഷ്ട്ര റീജിയനിൽ നമുക്കറിയാം. ഒരു റിവോൾട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ പ്ലേസസ് ഓഫ് ഒറിജിൻ, പ്ലേസ് എവിടെയാണ് നടന്നിരുന്നത്, ആ ഇവൻ്റ് നടന്ന സ്ഥലം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്താ പറ്റും, ഇറ്റ് ഈസ് ആൻ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര റീജിയൻ. ഓക്കെ, മഹാരാഷ്ട്ര റീജിയനിലുള്ള ഒരു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ് ആണ് സോക്കാൾഡ് സത്യശോധക് സമാജ്. ജ്യോതിറാവ് ഫൂലെയാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് 2019 കോൺടെസ്റ്റിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇതേപോലെ ലീഡേഴ്സും വരുന്നുണ്ട്, പ്രൊമിനൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും വരുന്നുണ്ട്, സോക്കാൾ ലീഡേഴ്സും വരുന്നുണ്ട്. ഓക്കെ, പ്രൊമിനൻ്റ് ലീഡേഴ്സും വരുന്നുണ്ട്, സോക്കാൾഡ് ലൈക്ക് മൂവ്മെൻറ്റ്സിൻ്റെ പേരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അന്നത്തെ ഒരു നൊവൈസ് ആയിട്ടുള്ള രീതിയായിരുന്നു. ഓക്കെ, ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് എവിടെയാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഗാന്ധിയൻ കോൺടെക്സ്റ്റ് നിർബന്ധമായിട്ടും ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ സോക്കാൾ ഓർഗനൈസേഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ആസ്പിറൻ്റ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ആൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് നമ്മൾ ഒരിക്കലും അംബേദ്കറിലോട്ട് പോകരുത്, അത് ക്ലാരിറ്റി വേണം. ഓക്കെ, മഹാത്മാഗാന്ധിയുമായി ഫോം ചെയ്തത്. ഓക്കെ, ഹരിജൻ സേവൻ സംഘമൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു അൺടച്ചബിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേവറേറ്റ് ലൈക്ക് ഒരു മൂവ്മെൻറ്റ് ലീഗ് ഫോം ചെയ്താണ് സോക്കാൾ മഹാത്മാഗാന്ധിയുടെ ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിൾ ലീഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് അറിഞ്ഞിരിക്കാനാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭ. ഓക്കെ, സ്വാമി സഹജാനന്ദ സരസ്വതി 1930. ഓക്കെ, 1936, 37 ആ റേഞ്ചിലാണ് സോക്കാൾ സഹജാനന്ദ സ്വാമി ഓൾ ഇന്ത്യ കിസാൻ സഭ ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് കിസാൻ മാനിഫെസ്റ്റോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടുള്ള റോൾ ഓൾ ഇന്ത്യ കിസാൻ സഭ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ കോൺടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് EV രാമസ്വാമി നായ്ക്കർ 1925-26 ആ റേഞ്ചിലാണ് 25 ആ റേഞ്ചിലാണ് ഇൻ സ്പെസിഫിക് ആയി പറഞ്ഞ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. അതായത് ദ്രവിഡിയൻ മൂവ്മെൻറ്റ്സിൻ്റെ പ്രൊഡ്യൂസറായിട്ട്. ഓക്കെ, ദ്രവിഡിയൻ മൂവ്മെൻറ്റ് ആൻസസ്റ്റർ ലൈക്ക് ഇതിന് തുടക്കം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്, സോക്കാൾ ഈ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് ആണ് ഹിസ്റ്റോറിയൻസ് കാണുന്നുണ്ട്. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ഇവരുടെ ക്ലെയിം പ്രകാരം കോൺഗ്രസ് എന്താണ്, സോക്കാൾ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്താണ്, ഒരു ഹൈ കാസ്റ്റ് ആയിട്ടുള്ള സൂപ്രമസിയുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ലോ കാസ്റ്റിന് എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള പ്രൊമിനൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് 1925 സോക്കാൾ രാമസ്വാമി EV രാമസ്വാമി നായ്ക്കർ എന്ത് ചെയ്യുന്നുണ്ട്, സോക്കാൾ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ D. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് UPSCയുടെ ഒരു പാറ്റേൺ, ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് വിതൽ വിധായക് സഭ. ഓക്കെ, ഫസ്റ്റ് മന്ത്ലി ജേർണൽ ടു ഹാവ് അൺടച്ചബിൾ പീപ്പിൾ ആസ് ദർ ടാർഗറ്റ് ഓഡിയൻസ് വാസ് പബ്ലിഷ് ബൈ. ഓക്കെ, ഒരു വിതൽ വിധായക് സഭ നമുക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊമിനൻ്റ് ആൾക്കാരുടെ പേരെല്ലാം ജ്യോതിറാവ് ഫുലെ ഉണ്ട്, ഗാന്ധി ഉണ്ട്, അംബേദ്കർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാൽ ബാബ വാവ്ലങ്കറാണ്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ അറിയാത്തൊരു പേര് നമുക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അതാവാനുള്ള ചാൻസ്. പിന്നെ നമ്മൾ ഗാന്ധി ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ കേൾക്കേണ്ടതാണ് വിദ്വാംശക് എന്നുള്ള പേര് നമ്മൾ കേൾക്കേണ്ടതാണ്. അംബേദ്കർ ആണെങ്കിൽ നമ്മൾ കേൾക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കേട്ടിട്ടില്ലെങ്കിൽ
നമ്മൾ കേൾക്കാതെ ഒരു വ്യക്തിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആൻസറിലോട്ട് നമുക്ക് എയിലോട്ട് എത്താൻ സാധിക്കും. പക്ഷേ ഇതിങ്ങനെ പറയാൻ പോലും എക്സാം പ്രഷറിൽ ഇതേപോലെ തിങ്കിങ് നടത്തുന്നവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഈ UPSC 2025 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹി പൊസസ് ഗ്രേറ്റ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ദി ട്രഡീഷണൽ ഫിലോസഫി സിസ്റ്റം ഓഫ് ദി ഈസ്റ്റ്. ഓക്കെ, അവിടെ നോട്ടെ നമുക്ക് അതിനെപ്പറ്റി അവിടെ ശരിയാന്നുള്ള അസംഷൻ നടത്താം. ഇനി കാരണം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതായത് ശ്രദ്ധിക്കണം, ഞാൻ മറ്റേ രാജാ റാം മോഹൻ റോയിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ഹീസ് എ വെസ്റ്റേൺ അല്ലേ, ഓക്കെ, വെസ്റ്റേൺ ആണെങ്കിൽ പോലും ഓക്കെ ഹി ഡിഡിൻ എന്ത് ചെയ്തിട്ടില്ല, നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ റൂട്ടിനെ അവൾ എന്ത് ചെയ്തിട്ടില്ല, അതേപോലെ മോശമാണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ പുതിയ പുതിയ പോളിസീസ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ റിഫോർമേഷൻ നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വാദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാജാ റാം മോഹൻ റോയ്. രാജസ്ഥാൻ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റണം എന്ന ഐഡിയോളജി ആയിരുന്നില്ല രാജാ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നത്. ഹി ഡിസൈർ ഹിസ് കൺട്രിമെൻ ടു ആക്സെപ്റ്റ് രാഷണൽ ആൻഡ് സ്പെൻഡ്. അത് ഒബ്വിയസ്ലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് ഓൾ മെൻ ആൻഡ് വുമൻ. വുമനും മെന്നും ഒരുപോലെ എന്ത് ചെയ്യണം, പുതിയ സയൻറ്റിഫിക് അപ്രോച്ച് എന്ത് ചെയ്യണം, കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്വിയസ്ലി ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഹി ഗ്രേറ്റ് ലവ്, ഓക്കെ, ഹി റെസ്പെക്ട് അവർ കൾച്ചർ, ബട്ട് ഹി റെക്കഗ്നൈസ് ദാറ്റ് ദർ ഈസ് എ നീഡ് ഓഫ് റിഫോർമേഷൻ ഇൻ അവർ എക്സിസ്റ്റിംഗ് കൾച്ചർ. എക്സിസ്റ്റിംഗ് കൾച്ചറിൽ എന്ത് വരുന്നുണ്ട്, കുറച്ച് റിഫോർമേഷൻ്റെ ആവശ്യകത ഉണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വെസ്റ്റേൺ കൾച്ചറിന് എഡ്യൂക്കേറ്റഡ് ആയിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിൽ സോക്കാൾ നമ്മുടെ ഇന്ത്യൻ റൂട്ടിലോട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ബോത്ത് 1 and 2 ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഫൗണ്ടർ ഓഫ് ദി സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ദി സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നമുക്കറിയാം പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് നേരത്തെ പറഞ്ഞ അദ്ദേഹമാണ്. ഓക്കെ, പെരിയാർ, ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പെരിയാർ രാമസ്വാമി നായ്ക്കർ നമുക്കറിയാം, വൈക്കം ഹീറോ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഒരു ദ്രവിഡിയൻ മൂവ്മെൻറ്റ്, സോക്കാൾ ഇപ്പോൾ കാണുന്ന ദ്രവിഡിയൻ പൊളിറ്റിക്സിന് ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് സോക്കാൾ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് റിവോൾട്ട് ഓഫ് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. എന്തൊക്കെയാണ് കോസസ്, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാം. എന്തൊക്കെയാണ് 1857 റിവോൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന റീസൺസ്. ഓക്കെ, പേ ആൻഡ് അലവൻസ് സർവീസ് കണ്ടീഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് പാർഷ്യാലിറ്റി ഇൻ ബിറ്റ്വീൻ ഇന്ത്യൻസ് ആൻഡ് ബ്രിട്ടീഷ് സിപ്പോയ്സിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് വൺ ഓഫ് ദ റീസൺ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ജനറൽ റിസെൻറ്റ്മെൻറ്റ് ആൻഡ് പെർസീവ് ഡിസ്ക്രിമിനേഷൻ. ഒബ്വിയസ്ലി ഈ ഡിസ്ക്രിമിനേഷൻ എലമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഒരേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ട് കൂടിയും അവരെ സെക്കൻഡറി സിറ്റിസൺ ആയിട്ട് സെക്കൻഡറി ആയിട്ടുള്ള ഒരു സിപ്പായി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആര് കൺസിഡർ ചെയ്തിരുന്നത്, സോക്കാൾ ബ്രിട്ടീഷ് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ കാട്ട്ലേർ കോൺട്രവേഴ്സി നമുക്കറിയാം, ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഇന്ത്യ. ആ സമയത്ത് മുസ്ലിംസിൻ്റെ സോക്കാൾ പോർക്ക് ഫാറ്റിൻ്റെ ആണ് അവരെ കാറ്ററിജിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞുള്ള കോൺട്രവേഴ്സി അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതുമാത്രമല്ല കൗവിൻ്റെ ഫാറ്റാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാറ്ററിജിൽ, എൻഫീൽഡിൻ്റെ കാറ്ററിജിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺട്രവേഴ്സി പോയിരുന്നു. ഇതാണ് വൺ ഓഫ് ദ റീസൺ, മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഇതാണ് മിലിറ്ററി റീസൺ എന്ന് പറഞ്ഞാൽ. പിന്നെ അനക്സേഷൻ നമുക്കറിയാം, മംഗൾ പാണ്ഡെ ഒരു മാർട്ടിയറാണ്, ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സോക്കാൾ നമ്മൾ മംഗൾ പാണ്ഡെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അനക്സേഷൻ ആൻഡ് ഡിസ്പോസിഷൻ റൂൾ നമുക്കറിയാം ഡെൽഹൌസിയുടെ സമയത്ത്. ഓക്കെ, ഡെൽഹൌസി അനക്സേഷൻ വളരെയധികം സ്പീഡാക്കിയിരുന്നു. ഓക്കെ, അനക്സേഷൻ ഭയങ്കര പിന്നെ ഇറാഷണൽ ആയിട്ടുള്ള റീസൺസ് ആയിരുന്നു ഈ അനക്സേഷൻ പ്രോസസ്സിൽ അവർ എന്ത് ചെയ്തത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വൺ ഓഫ് ദ മെയിൻ റീസണാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഗ്രൂപ്പിംഗ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടിയതിന് ശേഷം മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു, ആക്ട് ചെയ്യുന്ന ഇൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവധ് അനക്സേഷൻ ഇമ്പാക്റ്റ്, അതാണ് നേരത്തെ പറഞ്ഞ അവധ് അനക്സേഷൻ. ഒരു കാര്യമില്ലാതെ മര്യാദയ്ക്ക് ബ്രിട്ടീഷായിട്ട് അലൈൻ ചെയ്തിരുന്ന ആൾക്കാരാണ് ഈ അവധ് എന്ന് പറഞ്ഞത്. അവധിലെ സോക്കാൾ അവിടുത്തെ ലോക്കൽ റൂളേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവധിനെയും എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ അനക്സേഷൻ, അത് സ്ട്രോങ് സെൻട്രലൈസേഷൻ ടെൻഡൻസിയാണ് കാണുന്നത്, സെൻട്രലൈസേഷൻ ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സോക്കാൾ നമ്മുടെ ഡെൽഹൌസി. ഓക്കെ, 1948 മുതലുള്ള അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെൽഹൌസി അസർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ഫോർമേഷൻ. ഓക്കെ, ആർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ. ഓക്കെ, പിന്നെ ലോസ് ഓഫ് പ്രിവിലേജ് ഓഫ് ട്രഡീഷണൽ എലൈറ്റ്. ഓക്കെ, ട്രഡീഷണൽ എലൈറ്റ്സിൻ്റെ സോക്കാൾ പ്രിവിലേജ് സെറ്റെല്ലാം ആര് എടുത്ത് മാറ്റുന്നുണ്ട്, സോക്കാൾ ബ്രിട്ടീഷുകാർ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് വൺ ഓഫ് ദ മെയിൻ റീസണായിട്ട് നമുക്ക് പൊളിറ്റിക്കൽ ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റും, 1857 റിവോൾട്ടിൻ്റെ റീസണായിട്ട് പറയാം. പിന്നെ എക്കണോമി പറഞ്ഞാൽ പെസന്റ് ഡിസ്ട്രസ്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്കറിയാം ഫെമൈൻ വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഫെമൈൻ വരുന്നുണ്ട്. കാരണം എന്താണ്, ഈ സെമിനാർ സിസ്റ്റം അല്ലെങ്കിൽ പെർമനൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സോക്കാൾ അവർ പ്രൊഡക്ടിവിറ്റി ബേസിൽ ഒന്നായിരുന്നില്ല. സെമിനാർസ് ദേ ആർ നോട്ട് മച്ച് റെസ്പോൺസിബിൾ ഫോർ ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ എഫേർട്ടൊന്നും ആര് പ്രൊവൈഡ് ചെയ്യുന്നില്ല, സോക്കാൾ പെർമനൻറ്റ് സിസ്റ്റത്തിൽ സെമിനാർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എന്തില്ല, റിഫിക്കൻ്റ് ആയിട്ടുള്ള ഫെമൈൻസിലോട്ട് ഫോക്കസ് ചെയ്തു. പിന്നെ മാത്രമല്ല ഇൻഡിഗോ പോലുള്ള സാധനങ്ങൾ വരുമ്പോൾ തീക്കാറ്റ് സിസ്റ്റം അസേർട്ടീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇതേപോലുള്ള
വാട്ടർ അബ്സോർബിംഗ് ആയിട്ടുള്ള പ്ലാന്റേഷൻ ക്രോപ്പ് അവരുടെ ഫുഡ് ക്രോപ്പിൻ്റെ കൂടെ അവർക്ക് എന്ത് ചെയ്യണം ഫോം ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഒബ്വിയസ്ലി വാട്ടർ അബ്സോർബിംഗ് ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടുള്ള ഈ ഇൻഡിഗോ പോലുള്ള സാധനങ്ങൾ അവരുടെ ഫുഡ് കൾട്ടിവേഷൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും. ഇത് ഇവൻച്വലി ലെഡ് ടു ദി ഫെമൈനിലോട്ട് എന്ത് ചെയ്യും എവൻച്വലി ലെഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ സീരീസ് ഓഫ് ഫെമൈൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത് വൺ ഓഫ് ദ റീസൺ ഇത്രയും അസർട്ടീവ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സ്റ്റാൻഡാണ്. ഓക്കെ, പിന്നെ ആർട്ടിസൻ ഡിസ്പ്ലേസ് ബൈ ദി കൊളോണിയൽ എക്കോണമി. നമുക്കറിയാം മെർക്കൻഡൈൽ നേച്ചർ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചർ നമ്മൾ മെർക്കൻഡൈലിസം നടന്നിരുന്ന ഇൻസ്റ്റൻസ് വൺ ഓഫ് ദ റീസൺ ആണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ എക്കോണമി എന്ത് ചെയ്യുന്നു മിയർലി ഒരു റോ മെറ്റീരിയൽ എക്സ്പോർട്ടായിട്ട് മാത്രം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഇതിനെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് സെല്ല് ചെയ്യുന്ന ഇൻസ്റ്റൻസ് കണ്ടിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആർട്ടിസൻസിൻ്റെ ജോലി പോകുന്ന ഇൻസ്റ്റൻസിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ ഇവൻച്വലി എന്തിലോട്ട് മാറാൻ തുടങ്ങി അഗ്രികൾച്ചറിലോട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ അഗ്രികൾച്ചറിലോട്ട് മാറുമ്പോൾ അഗ്രികൾച്ചർ പ്രഷേർഡ് ആവും. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിന് കാര്യമായിട്ട് എന്തില്ല സോക്കാൾ എഫിഷ്യൻസി ഇല്ല. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ഒരു ഫെമൈനിലോട്ടോ അല്ലെങ്കിൽ സോക്കാൾ കംപ്ലീറ്റ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദി എക്കണോമിയിലോട്ട് എന്ത് ചെയ്യുന്നു ഇവൻച്വലി ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ റിലീജിയസ്. ഓക്കെ, ഫിയർ ഓഫ് ദി റിലീജിയസ് കൾച്ചറൽ ഇൻ്റർഫറൻസ് മിഷൻസ് ആക്ടിവിറ്റി നമുക്കറിയാം. ഓക്കെ, സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റ് അറിയാം. മിഷനറി ആക്ടിവിറ്റീസ് ഒരു സ്കെപ്റ്റിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സോക്കാൾ അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റി അതിനെ കണ്ടിരുന്നത്. കാരണം വെച്ചാൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഫോളോയിങ് നമ്മൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിലോട്ട് അസർട്ടീവായിട്ട് എടുക്കുന്നു എന്നുള്ള രീതിയിലോട്ടായിരുന്നു ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ അവരുടെ സോക്കാൾ മിഷനറി ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ റിലീജിയസ് പോളിസീസിനെ ഇന്ത്യൻ കണ്ടിരുന്നു. അതുമാത്രമല്ല നമുക്ക് അറിയാം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പോലുള്ള മറ്റേ സതി പ്രൊഹിബിഷൻ ആക്ട് അല്ലെങ്കിൽ വിഡോ റീമാരേജ് ആക്ട്, ഇതിനൊക്കെ ഇന്ത്യൻ കോൺടെക്സ്റ്റിലിരുന്ന ആൾക്കാർ ഇൻ ദ സെൻസ് അന്നത്തെ സോക്കാൾ കൺസർവേറ്റീവ് ആയിരുന്ന ആൾക്കാർ ഇതിനെ സ്കെപ്റ്റിക് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. കാരണം അവരുടെ സോക്കാൾ ബ്രിട്ടീഷുകാരുടെ റിലീജിയസ് അസർട്ടീവ്സ് ആയിട്ടുള്ള പോളിസീസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെല്ലാം കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെയാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് പറഞ്ഞത്. അപ്പോൾ മിഷനറി ആക്ടിവിറ്റീസ് നമുക്കറിയാം, പെസന്റ് ഡിസ്ട്രസ് നമുക്കറിയാം. ഒബ്വിയസ്ലി ഇതേപോലെ എക്കണോമിക് ആയിട്ടുള്ള ബേർഡൻസ് അവർ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫെമൈൻസ് വരുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അനക്സേഷൻ പ്രോസസ്, ഒബ്വിയസ്ലി ഡെല്ലോസിയുടെ അനക്സേഷൻ പ്രോസസ്സ് നമുക്കറിയാം. പിന്നെ മറ്റേ വിത്തൗട്ട് എനി റാഷണൽ ആയിട്ടുള്ള ഇതില്ലാതെ അവധിൻ്റെ അനക്സേഷൻ, അത് ബ്രിട്ടീഷായിട്ട് അലൈൻ ചെയ്താലും അവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു എക്സാമ്പിളാണ് അവധിൻ്റെ അനക്സേഷൻ കാണിക്കുന്നത്. പിന്നെ ലോസ് ഓഫ് പ്രിവിലേജ്, ലോക്കൽ ആൾക്കാരുടെ പ്രിവിലേജ്. പിന്നെ ജനറലിസം നമുക്കറിയാം. കോൺട്രവേഴ്സി ഓഫ് ദി മറ്റേ കാട്രിഡ്ജ് കോൺട്രവേഴ്സി, അത് വൺ ഓഫ് ദ മെയിൻ ട്രിഗറിങ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റി എന്തിലോട്ട് ഇവൻച്വലി ലീഡ് ചെയ്യും സോക്കാൾ ഒരു 1857 റിവോൾട്ടിലോട്ട് ഇവൻച്വലി ലീഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അലയൻസ് ഓക്കെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഡൽഹി ബേസിലാണ് ഈ ബഹദൂർ ഷാ സഫർ നമുക്കറിയാം. സിംബോളിക് ലെജിറ്റമസി. ഓക്കെ, മൂപ്പരാളായിരുന്നു എന്ത് ചെയ്യുന്നത് ഒരു ഹെഡായിട്ട് ആ റിവോൾട്ടിൻ്റെ ഹെഡായിട്ട് ഇന്ത്യയുടെ ഹെഡായിട്ട് എന്ത് ചെയ്യുന്നത് റെക്കഗ്നൈസ് ചെയ്തത്. പിന്നെ കാൺപൂരിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നാനാ സാഹിബാണ്. ഇമ്പോർട്ടൻ്റ് ആണ് നാനാ സാഹിബാണ് കാൺപൂരിൽ. ഓക്കെ, ഒരു പെൻഷൻ ഇഷ്യൂ ആയിരുന്നു ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ. പ്രിവിലേജസ് ഒക്കെ പോകുന്നതിൻ്റെ ഇൻസ്റ്റൻസ് ഈ കാൺപൂരിലെ ഇൻസ്റ്റൻസ് കാണാൻ സാധിക്കും. പിന്നെ ലക്നൗവിൻ്റെ കേസുകൾ ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, അവധിൻ്റെ ഭാഗത്താണ് സോക്കാൾ കാണുന്നത്. ലക്നൗ അവധ് ഭാഗത്താണ് കൂടുതൽ കാണുന്നത്. പിന്നെ ജാൻസി നമുക്ക് നിർബന്ധമായിട്ട് അറിയാം. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ റാണി ലക്ഷ്മിബായി ആയിരുന്നു ലാപ്സ് ഗ്രീവൻസുമായി ബന്ധപ്പെട്ടാണ് കൺസിഡർ. അതായത് അവരുടെ ഒരു മകനുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദത്തെടുത്തിട്ട് അവരുടെ പുതിയ മകനെ ദത്തെടുത്ത മകനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ലീഗൽ ഹയറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ ലാപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് LOC വളരെ അസേർട്ടീവായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇത് റാണി ലക്ഷ്മിബായി എന്ത് ചെയ്യുന്നുണ്ട് ചൊടിപ്പിച്ച് ഇന്ത്യൻ കോൺടെക്സ്റ്റിലോട്ട് റിവോൾട്ടിലോട്ട് അവരെ ഇവൻച്വലി ലീഡ് ചെയ്തു. പിന്നെ ബീഹാർ ഭാഷയിൽ ഒബ്വിയസ്ലി നമുക്ക് അറിയുന്നതാണ് കൻവർ സിംഗ്. ഓക്കെ, ലോക്കൽ എലൈറ്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, ഇത് കൻവർ സിംഗ്. പിന്നെ ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആരെയാണ്? ഖാൻ ബഹദൂർ ഖാനാണ് നമ്മുടെ സോക്കാൾ ബറേലി റീജിയനിൽ കാണുന്നത്. ഓക്കെ, ബറേലി റീജിയൻ അതാണ്. ഓക്കെ അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എന്ത് ചെയ്ത് ബ്രിട്ടീഷ് കോൺടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നത് സോക്കാൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ കോൺസിക്വൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, കമ്പനി റൂൾ എൻറ്റർഡ് ബൈ ദി ക്രൗൺ. ഓക്കെ, ക്രൗൺ റൂൾ 1858 ഓക്കെ, മേർലി ഒരു കമ്പനി ആയിരുന്ന കമ്പനീനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ക്രൗൺ റൂൾ ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലോട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിലോട്ട് ആരെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇന്ത്യയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ആർമി റീഓർഗനൈസേഷൻ നടത്തും. ഓക്കെ, ആർമി റീഓർഗനൈസേഷൻ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിലോട്ടുള്ള പൊസിഷനിലോട്ട് ആരെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, ഇന്ത്യൻസിനെ കൺസിഡർ ചെയ്യില്ല. മിയർലി സിപ്പോയ്സിനെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. സിപ്പോയ്സിനായിട്ടാണ് ആരെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഇന്ത്യൻസിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോ ഹയർ റാങ്ക്സ് എന്തില്ല ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ആർക്കും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് അവർ തീരുമാനമെടുത്തു. പിന്നെ അത് മാത്രമല്ല ഇന്ത്യൻ സിപ്പോയ്സിൻ്റെ ഇളവ് വളരെ ലൈക്ക് ക്വാണ്ടിറ്റി ഇൻ ദ സെൻസ് നമ്പേഴ്സ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇനി ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. ഓക്കെ, ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് ബ്രിട്ടീഷ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ആൾക്കാരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്
അത് ആഫ്റ്റർ മാത്തായിട്ട് ഫോം ചെയ്ത സാധനമാണ്. പിന്നെ പ്രിൻസസ് ആസ് അലൈസ്, ഓക്കെ, പോളിഷ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പണ്ട് ഡെൽഹൌസി സമയത്തൊക്കെ ഫോം ചെയ്തെങ്കിൽ പോലും കാനിങ്ങിൻ്റെ സമയത്ത് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും കുറച്ചുകൂടി ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിലോട്ടായിരിക്കും കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യുന്നത്, എംഫസിസ് ചെയ്യുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് 2-3 പ്രിൻസസിനെ ഇതേപോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സോക്കാൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2-3 പ്രിൻസസിനെ ബനാറസിലെ ഇതേപോലുള്ള 2-3 പ്രിൻസസിനെ അവരെന്ത് ചെയ്യുന്നത്, ഇതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സോക്കാൽ ഒരു 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 ലീഗൽ അല്ലെങ്കിൽ സോക്കാൽ ഒരു ലോയലായിട്ടുള്ള ഒരു പ്രിൻസ്ലി കാസ്റ്റിൻ്റെ സപ്പോർട്ടിനെയാണ് ഈ ഗസ്റ്റേഴ്സ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺടെസ്റ്റ് നോക്കുമ്പോൾ ഓക്കെ ശ്രദ്ധിക്കണം, പ്രിൻസസ് അലൈസ് വരുന്നുണ്ട്. ഇനി അടുത്തത് ടൈറ്റർ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ടൈറ്ററാക്കി മാറ്റുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എംഫസിസ് കൊടുക്കുകയും അത് മാത്രമല്ല അറ്റൻഷൻ കൊടുക്കുന്ന ഇൻസ്റ്റൻസ് കാണുന്നുണ്ട്. കാരണം ഇനി ഒരു നെഗ്ലിജൻസ് എന്തിലോട്ട് വരരുത്, സോക്കാൽ ഒരു നമ്മളെ ബ്രിട്ടീഷുകാരുടെ എക്സിസ്റ്റൻസിനെ എത്രട്ടം ചെയ്യുന്ന ലെവലിലോട്ട് എത്തരുത് എന്ന് പറ്റി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ടൈറ്റൻ ചെയ്യുന്നുണ്ട്. അടുത്ത് ബക്കറ്റ് മൈൻഡ് മാപ്പാണ്. അതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു നമ്മളൊരു സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് നോക്കി അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ അടുത്ത കോൺടെസ്റ്റ് നമ്മൾ പറയുകയാണ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് റിഫോമിസ്റ്റ് ആണോ റാഷണലിസ്റ്റ് ആണോ, ഓക്കെ റാഷണൽ ആയിട്ടുള്ള ഐഡിയോളജി ആണോ, അതായത് പുതിയ ഒരു ചേഞ്ചസ് ഉൾക്കൊള്ളുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആണോ ഇത്, അല്ലെങ്കിൽ പഴയ പോലുള്ള കോൺടെസ്റ്റ് ആണോ പറയുന്നത്. ഓക്കെ, ബ്രഹ്മ സമാജ് ആൻഡ് പ്രാർത്ഥന സമാജ്, ഓക്കെ എന്ത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ബ്രഹ്മ സമാജ് എന്താണ്, റിഫോമിസ്റ്റ് ആയിരിക്കും ഒബ്വിയസ്ലി. ഓക്കെ, റാഷണലിസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രാർത്ഥന സമാജം എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിഫോമിസ്റ്റ് ഓഫീസിൽ റിഫോമിസ്റ്റ് ആൻഡ് റാഷണലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള കോൺടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് മറ്റേ റിഫോമിസ്റ്റ് ആണോ റാഷണലിസ്റ്റ് ആണോ ചോദിക്കുന്നതിനേക്കാട്ടിലുപരി ആ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ രീതി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇനി അടുത്ത് റിവൈവലിസ്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം ആര്യ സമാജ്. ഓക്കെ, ആര്യ സമാജ് ഒക്കെ റിവൈവലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശുദ്ധി മൂവ്മെൻ്റ് ഒക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ സോക്കാൽ ആര്യ സമാജ്. ആര്യ സമാജിനെ പ്യൂർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവൈവലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. റിഫോമിസ്റ്റിൻ്റെ എലമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ആര്യ സമാജ് ഐഡലിറ്ററി പോലുള്ള സാധനങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് സൂപ്പർമസിക്കെതിരെയൊക്കെ സോക്കാൾ ഈ ആര്യ സമാജം പല ഇൻസ്റ്റൻസിൽ നിന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദർ ഇസ് നോ വൈറ്റ് ലൈക്ക് ഒരു എക്സാക്ട് വൈറ്റ് ഓ ബ്ലാക്ക് എന്ന ക്ലാസിഫിക്കേഷനെക്കാട്ടും ഉപരി ഒരു ഗ്രേ ഏരിയയിലാണ് അവർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻക്ലൂസീവ് ആണ്, യൂണിവേഴ്സലിസ്റ്റ് ആണ്. ഓക്കെ, ഫോർ രാമകൃഷ്ണ മിഷൻ കുറച്ചുകൂടി യൂണിവേഴ്സലിസ്റ്റ് അപ്രോച്ചാണ് കൂടുതലായിട്ട് രാമകൃഷ്ണ മിഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലീഡേഴ്സ് ആരാണ്, അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ഉണ്ടാക്കി വെച്ച് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി കാസ്റ്റ് അസോസിയേഷൻ നമുക്കറിയാം, സത്യശോധ സമാജം, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, ഇതൊക്കെ എന്തിൻ്റെ കോൺടെക്സ്റ്റിലാണ് വരുന്നത്, സോക്കാൾ ഒരു കാസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാസ്റ്റ് എലമെൻറ്റ് ഉണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ സോക്കാൾ റിലീജിയൻ സ്പെസിഫിക് എന്താണ്, ഏത് റീജിയനിലാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഓക്കെ എന്ത് കോൺടെക്സ്റ്റിലാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്നുള്ള പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. 1 ലെവൽ ഡിഗിൻ്റെ അപ്പുറത്ത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, എംഫസിസ് ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഹ്മ സമാജ് 1838 ഫോം ചെയ്യുന്നത് രാജാ റാംമോഹൻ റോയ് നമുക്കറിയുന്നതാണ്. ഓക്കെ, പിന്നെ ദേവേന്ദ്രനാഥ് ടാഗോർ ഉണ്ട്, കേശവ് ചന്ദ്ര സെൻ വരുന്നത്, കേശവ് ചന്ദ്ര സെൻ. ഓക്കെ, കേശവ് ചന്ദ്ര സെൻ ഇതിൽ വരുന്നുണ്ട്. അടുത്ത് ബംഗാൾ റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കണം, മോണോതെയിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഡിനൈസ് പ്രീസ്ലി മൊണോപ്പൊളി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ അതേ സംഭവമാണ് ഈ ടേബിളിൽ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നത്. ഇനി അടുത്ത് പ്രാർത്ഥന സമാജ് 1867 വരുന്നുണ്ട്. റനഡെ MG റണ്ടേ വരുന്നുണ്ട്. MG റണ്ടേ മഹാരാഷ്ട്ര റീജിയനിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. പ്രാർത്ഥന സമാജ് മഹാരാഷ്ട്ര റീജിയനിലാണ്. സോഷ്യൽ റിഫോർമേഷൻ, വിമൻ എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ കൊടുക്കുന്നത് വെസ്റ്റേൺ റിഫോമിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര പഠിച്ചാൽ മതി. ഇത്രയും ടേബിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ ആര്യ സമാജ് 1875 ഫോം ചെയ്ത്. ഓക്കെ, ദയാനന്ദ സരസ്വതിയാണ് ഫോം ചെയ്തിരിക്കുന്നത്, നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ്. പിന്നെ വേദിക് റിവൈവൽ അല്ലെങ്കിൽ ശുദ്ധി റിഫോമിനെയാണ് കൂടുതലായിട്ട് എംഫസിസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റിവൈവൽ ഒരു പ്യൂരിഫിക്കേഷൻ എന്ന കോൺടെക്സ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത്. പിന്നെ രാമകൃഷ്ണ മിഷൻ 1897 രാമകൃഷ്ണ മിഷൻ ഫോം ചെയ്തു. വിവേകാനന്ദൻ നമ്മൾ പേര് കേട്ട നാഷണൽ യൂത്ത് ഡേ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വിവേകാനന്ദൻ്റെ കോൺടെക്സ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സർവീസ് ആൻഡ് യൂണിവേഴ്സലിസം. ഓക്കെ, കൂടുതൽ യൂണിവേഴ്സലിറ്റിയാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. സർവീസ് ആസ് എ റിലീജൻ ആണ് കൂടുതലായിട്ട് എംഫസിസ് കൊടുക്കുന്നത്. ഇതിനടുത്ത് അലിഗർ മൂവ്മെൻറ്റ് 1875. ഓക്കെ, 1875 അലിഗർ മൂവ്മെൻറ്റ് വരുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓക്കെ ആണ് സോക്കാളി അതിൻ്റെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. UP റീജിയനാണ് ഫോം ഇരിക്കുന്നത്. ഒബിയസ്ലി അലിഗർ ആ സ്ഥലത്താണ്. മോഡേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, റിവൈവൽ അല്ലെങ്കിൽ റിഫോമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അലിഗർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ദിയോബന്ദ് 1866 ആണ്. ഉലേമ മുഹമ്മദ് ഖാസിം നനൌത്തവി എന്നുള്ള വ്യക്തിയായിരുന്നു ഇതുമായിട്ട് എംഫസിസ് കൊടുത്തിരുന്നത്. പിന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഓർത്തഡോക്സ് ആയിരുന്നു. ഓക്കെ, ദിയോബന്ദ് കുറച്ചുകൂടി ഓർത്തഡോക്സ് ആയിരുന്നു. 1866 ഇമ്പോർട്ടൻറ്റ് ലീഡറിൻ്റെ പേര് പഠിച്ചു, മുഹമ്മദ് ഖാസിം നനൌത്തവി. ഓക്കെ, പിന്നെ സിംഗ് സഭ 1873 സിഖ് റിഫോമിസ്റ്റ് ആണ്, സിഖ് റിവൈവലിസ്റ്റും ആണ്. ഓക്കെ, പഞ്ചാബ് റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോക്കാൾ റിവൈവലിസ്റ്റ് ആൻഡ് റിഫോമിസ്റ്റ് എലമെൻറ്റ് അവിടെ കാണാൻ സാധിക്കും.
ഓക്കെ. പിന്നെ സത്യശോധക സമാജ് 1873 ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സത്യശോധക സമാജ് 1873 സത്യശോധക സമാജ് ഫോം ചെയ്തിരിക്കുന്നത്. ജ്യോതിറാവ് ഫൂലെ ആരാണ്? ജ്യോതിറാവ് ഫൂലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മഹാരാഷ്ട്ര റീജിയനിലാണ്. ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് 2016 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. സത്യശോധക സമാജ് പഠിക്കണം. ഏത് റീജിയനിലാണ് പഠിച്ചിരിക്കുന്നത്? മഹാരാഷ്ട്ര റീജിയനിലാണ്. ജ്യോതിറാവ് ഫൂലെയാണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് 1875 പെരിയാറാണ്. തമിഴ്നാട് റീജിയനിലാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻറ്റി കാസ്റ്റ് നാഷണലിസം ആണ് കൂടുതൽ എംഫസൈസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പെരിയാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ സോക്കാൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് കോൺടെക്സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഫാക്റ്റുകളാണ്. ഓക്കെ, ഇതിൽ വേറെ ഒന്നും 1 ലെവൽ ഡിഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കാര്യമായിട്ടുള്ള ഒരു ടേക്ക് കൊടുക്കാനില്ല. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ പറ്റും. ഈസി ആയിട്ട് UPSCയുടെ കോൺടെക്സ്റ്റിലുള്ള ചർച്ച ലൈക്ക് വരുന്ന ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഡീൽ ചെയ്യേണ്ട ക്വസ്റ്റൻസ് എല്ലാം ഇങ്ങനെയായിരിക്കും. WH ക്വസ്റ്റൻസ് പറയും. WH ക്വസ്റ്റൻസ് പറഞ്ഞാൽ ഹൂ, വെയർ, വൈ, വാട്ട്, വെൻ എന്നുള്ള ഔട്ട്കംസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഇത് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ ചാൻസ്, അല്ലെങ്കിൽ അതായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് എന്ത് വേണ്ടത്? ഓവറോൾ ആയിട്ട് ഇന്ത്യൻ കോൺടെക്സ്റ്റ് ലൈക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ആദ്യം ലൈക്ക് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എലിമിനേഷൻ പ്രോസസ്. ഓക്കെ, എലിമിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്യൂർലി കം ഫ്രം ഫാക്ച്വൽ ഡീറ്റെയിൽസ്. ഓക്കെ, ഫാക്ച്വൽ ഡീറ്റെയിൽസിനും അണ്ടർസ്റ്റാൻഡിംഗ് എന്നായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് വരുന്നത്? എലിമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കോൺടെക്സ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അല്ലാതെ മോഡേൺ ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ആ കോൺടെക്സ്റ്റ് അറിയൂ, ആ ലീഡറിനെ അറിയൂ, ആ റീജിയൻ അറിയൂ എന്നതിൻ്റെ അപ്പുറത്ത് എലിമിനേഷന് കാര്യമായിട്ടുള്ള റോളില്ല എന്നല്ല, അതിനെക്കാട്ടിലുപരി ആ ഫാക്ച്വൽ അനലൈസിസ് അല്ലെങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ നമ്മൾ എലിമിനേഷനെക്കാട്ടും കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ടത് സോക്കാൽ എന്ത് ചെയ്യണം? ഫാക്ച്വൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ഒരു 1 ലെവൽ ഓഫ് ഡിഗിങ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള 1 ലെവൽ ഓഫ് ഡിഗിങ് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓവറോൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ലീഡേഴ്സ്, റീജിയൻ, ഇയർ, എന്താണ് കോൺടെക്സ്റ്റ്, ഏത് കോൺടെക്സ്റ്റിലാണ് ഇത് ഇങ്ങനൊരു ഇവൻറ്റ് നടക്കേണ്ട അവസ്ഥ വന്നിരുന്നത്, എന്തായിരുന്നു അതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് നടന്ന ഇവൻറ്റ്, ബ്രിട്ടീഷ് അതിനെ അങ്ങനെ ഡീൽ ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എന്താണ്, ടൈം ലൈൻ, ഇതിന് ശേഷമാണോ ഈ ഇവൻറ്റ് നടന്നത് അതോ ഇതിന് മുന്നേ ആണോ നടന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കും. പിന്നെ വർഷം എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്.